ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ശ്യാം സാറിന്റെ സെക്ഷനിലേക്ക് പോവാം. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കാലോ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? യെസ്. അപ്പോ നമ്മൾ ഇന്ന് തുടങ്ങിയിട്ട് ഒരു ചെറിയൊരു സീരീസ് പോലെ ട്രെയിനിങ് ആയിട്ട് തന്നെ കണക്കാക്കി കേട്ടോ. ഒരു ചെറിയൊരു സീരീസ് പോലെ SEO ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ പല ആളുകളിലും കണ്ടിട്ടുണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ട് ആ ഏരിയനെ കുറിച്ചിട്ട്. ശരിക്കും ഈ കണ്ടന്റ് അല്ലെങ്കിൽ ശരിക്കും SEO എന്താന്ന് തന്നെ പല ആൾക്കാരിലും ഒരു സംശയമുണ്ട്. അപ്പൊ ആ ഒരു ഏരിയ കുറച്ച് ക്ലിയർ ആക്കാനായിട്ട് ഓരോ ദിവസം ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ മാത്രം സ്റ്റിക്ക് ചെയ്തിട്ട് ഒരു സീരീസ് പോലെ എടുക്കാനുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിങ്ങൾ കാണുക. കാരണം എല്ലാം പരസ്പരം ലിങ്ക്ഡ് ആയിരിക്കും. ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ അതിന് മുമ്പത്തെ. അപ്പോൾ നിങ്ങൾ ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക മുമ്പോട്ട് പോകുമ്പോൾ. അഥവാ ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല പോലും റെക്കോർഡഡ് വീഡിയോസ് യൂട്യൂബിലും മറ്റൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നോക്കിയിട്ടാണെങ്കിലും അത് ആ ഒരു സീരീസിലെ ആ ക്രമത്തിൽ തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയുന്നു, ഇതിനകത്തൊന്നും ഒരു സംഭവം അഡ്വാൻസ് എന്ന് പറയുന്ന സംഭവം ഇല്ല കേട്ടോ. കാരണം SEOയിലെ അഡ്വാൻസ്ഡ് SEO അങ്ങനെ ഒന്നുമില്ല. SEO മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കാരണം കുറച്ച് റാങ്ക് ചെയ്യിക്കാൻ വേണ്ടി SEO, കൂടുതൽ റാങ്ക് ചെയ്യിക്കാൻ മറ്റൊരു SEO ഒന്നുമില്ലല്ലോ. റാങ്ക് ചെയ്യിക്കാൻ ഒറ്റ സംഭവം SEO. അപ്പൊ അതിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾ അറിയാതെ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതി, ആ രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുമ്പോഴാണ് നമ്മൾക്ക് ചില കാര്യങ്ങൾ വ്യക്തത ഇല്ലാതെ തോന്നുന്നു. അപ്പൊ അത് വ്യക്തതയോടുകൂടി നമ്മൾ അറിയുന്നതിന് അഡ്വാൻസ് എന്നുള്ളതില്ല. അപ്പൊ ആ ഒരു ഭാഗമാണ് ഞാൻ ശ്രമിക്കുന്നത് മുമ്പോട്ട്. ഇനിയുള്ള ഒരു 8 സെഷനാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഉറപ്പില്ല 8 ഒതുങ്ങുമോന്ന് അറിയില്ല. എന്തായാലും അത് തീരുന്ന വരേക്കും ഞാൻ കണ്ടിന്യൂ ചെയ്യും അത്. ഓക്കെ, അപ്പോ ഇന്നത്തെ ടോപ്പിക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ആദ്യം നിങ്ങൾ SEOയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എത്ര പഠിച്ചാലും എന്തൊക്കെ ചെയ്താലും അൽഗോരിതങ്ങൾ പഠിക്കുക, പേറ്റന്റ് പഠിക്കുക, എന്ത് പഠിക്കുന്നതിന് മുമ്പും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. കീവേഡ് എന്താണെന്നും ടോപ്പിക് എന്താണെന്നും എൻറ്റിറ്റി എന്താണെന്നും ഞാനൊരു PPT ഇത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാനൊന്ന് കാണിക്കാതെ. എന്തുകൊണ്ടാണ് കീവേഡും ടോപ്പിക്കും എൻറ്റിറ്റിയും വെവ്വേറെ കാണണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ 100% ഉറപ്പ് വരുന്നു നിങ്ങളുടെ SEO തീർന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരുന്നത്. ടോപ്പിക്കൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ അതെന്താണ്, ടോപ്പിക്കൽ റെലവൻസ് എന്ന് പറയുമ്പോൾ അതെന്താണ്, എൻറ്റിറ്റി ബേസ്ഡ് SEO, സിമാന്റിക് കണ്ടന്റ് നെറ്റ്വർക്ക് ഇതെന്താണ്. അപ്പോ നമ്മൾ പറയും ഇനി കീവേഡുകളില്ല, കീവേഡുകളുടെ ആവശ്യമേ ഇല്ല, കാരണം ഇനി കംപ്ലീറ്റ് സിമാന്റിക് ആണ്, അല്ലെ എൻറ്റിറ്റി. ഇങ്ങനെയല്ല. ആക്ച്വലി എല്ലാം പരസ്പരം ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. ഒന്നിന്റെയും പ്രസക്തി പോയിട്ടില്ല. കീവേഡ് എന്നുള്ളത് ഇതിന്റെയൊക്കെ ഫൗണ്ടേഷനാണ്, ഫണ്ടമെന്റൽസ് കീവേഡ്സ് എന്നാണ്. പക്ഷെ ഒരു കാലത്ത് കീവേഡിൽ മാത്രമായിരുന്നു ഗൂഗിള് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, അന്നത്തെ ടെക്നോളജികളും അതും AI ഒന്നും ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടില്ല. നാച്ചുറൽ ലാംഗ്വേജ് NLP പോലത്തെ അതൊന്നും അത്രയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടൊന്നും, അതൊക്കെ 2010 മുമ്പ് വരെയൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഗൂഗിളൊക്കെ കീവേഡ്സിടെ മാത്രം ഡിപ്പെൻഡ് ചെയ്തു. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഞാനൊരു കീവേഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. കീവേഡ് എന്നുള്ളത് ഒരു കാര്യം കൂടെ, അവിടെയും കൂടി ഞാനൊരു കാര്യം പറയാം. കീവേഡ് എന്ന് പറയണതില് നമ്മൾ മാത്രം പറയുന്ന വാക്കാണ് കേട്ടോ. ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കീവേഡ് എന്ന് പറയുന്നത് നമ്മള് SEOക്കാർ പറയുന്ന വാക്ക് കീവേഡ്സ് എന്നാണ്. ഗൂഗിളിന്റെ പേറ്റന്റുകളും മറ്റു സംഭവങ്ങളും വായിക്കുമ്പോൾ നിങ്ങൾ അവര് പറയുന്ന ലാംഗ്വേജ് കൂടി മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു പേറ്റന്റോ ഒരു സംഭവങ്ങളോ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ AI ബേസ്ഡ് സംഭവങ്ങളുടെയൊക്കെ ഒന്നും തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാതെ വരും. അവര് പറയുന്ന വാക്ക് കൊറീസ് എന്നാണ്. നിങ്ങൾക്ക് അറിയാവുന്ന വിശ്വസിക്കും, കാരണം സെർച്ച് കൺസോൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. അവര് പറയുന്ന കൊറീസ് നമ്മളുടെ രണ്ട് സെയിം ആണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ ആദ്യം തന്നെ. കാരണം ചിലടത്ത്, കാരണം ഈ അടുത്ത് എൻ്റെ അടുത്ത് ഒരാൾ ഡൗട്ട് വെച്ചാണ് കീവേഡും കൊറി. ഇപ്പൊ ഓക്കെ ആണോ? ക്ലിയർ ആണോ വരായിരിക്കും? അഭിനവേ ഓക്കെ, ക്ലിയർ ആണ്. കട്ടാവില്ലെന്ന് വിചാരിക്കാം, എന്താണെന്നറിയില്ല, പെട്ടെന്ന് അതൊരു കട്ടായി. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു കൊറീസ് കീവേഡ്സ്, അവരുടെ കൊറി നമ്മുടെ കീവേഡ്, അങ്ങനെ മനസ്സിലാക്കുക. നമ്മൾ എന്തിനാണ് ഇത്തരം വാക്കുകൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം എന്നുള്ളത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇനി അങ്ങോട്ടേക്ക് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം
എ എന്തായാലും ഒരു കാലത്ത് കമ്പ്യൂട്ടർ ഇല്ലാത്ത കാലത്ത് കമ്പ്യൂട്ടറിന്റെ ഒരു കടന്നുവരവ് സമൂഹത്തിൽ വന്നു എന്ന ഇമ്പാക്റ്റ് ആണ് നമ്മുടെ IT ഇൻഡസ്ട്രിയിലേക്ക്, IT എന്നല്ല മൊത്തം ഇൻഡസ്ട്രിയിലേക്ക് എയുടെ ഒരു വരവ് ഉണ്ടാക്കാൻ പോകുന്നത്. വരുമ്പോൾ ഒന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞിരുന്നവർ പണ്ട് കമ്പ്യൂട്ടർ വന്നാൽ അത് കമ്പ്യൂട്ടർ ഒന്നും ശരിയാവില്ല എന്ന് പറയുന്ന ഒരു ഈക്വലന്റ് ആണ്. മനസ്സിലായി? ഇനിയുള്ളത് എന്ന് വെച്ചാൽ ആരുടെയും ജോബും പോകാൻ പോകുന്നില്ല. കാരണം ഇനിയുള്ളത് പണ്ട് കമ്പ്യൂട്ടർ വന്നതിന് മുമ്പ് ചെയ്ത ജോലികൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്താ ചെയ്തത്? അവർ ഒറ്റ വ്യത്യാസമുള്ളൂ. അക്കൗണ്ടിങ് എന്താ ചെയ്തിരുന്നത്? കമ്പ്യൂട്ടർ വരുന്നതിന് മുമ്പ് അവര് മാനുവലായിട്ട് ലെറ്റർ ബുക്കുകളും മറ്റതൊക്കെ വെച്ച് അവർ മാനുവലായിട്ട് ചെയ്തു. കമ്പ്യൂട്ടർ വന്ന ശേഷം അവരെന്താ സംഭവിച്ചു? അക്കൗണ്ടിൽ നിന്ന് പോയോ? അക്കൗണ്ടേഴ്സിലില്ലേ? അവിടെയും ഉണ്ട്, അവരുണ്ടായിരുന്നു. പക്ഷെ എന്താണ്, അവർ കൂടുതൽ പ്രൊഡക്റ്റീവായി. അവര് അതെല്ലാം കമ്പ്യൂട്ടറൈസ്, അതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തൊക്കെയാണ് ചെയ്യുന്നത്. എന്നതുപോലെ തന്നെയാണ് ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇനിയുള്ള എല്ലാവരും പ്രൊഫൈൽ ഏകദേശം 2 വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഏകദേശം എൻ്റെ ഒരു ഇമാജിനേഷൻ ആണ്. അതായത് ഇപ്പോൾ ഒരു SEO ചെയ്യുന്ന ആള്, ഞാനിപ്പോൾ SEO ചെയ്യുന്നു, മാസം 4 വെബ്സൈറ്റ്, ഇങ്ങനെയൊന്നും വിചാരിക്കുക, മാസം 4 വെബ്സൈറ്റ് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ മാനുവലി ചെയ്യുന്നു ഇപ്പോഴത്തെ SEOക്കാരൻ. ഇനി 2 വർഷം കഴിഞ്ഞാൽ ഇതേ SEOക്കാരൻ ഇതായിരിക്കും, എനിക്ക് SEOനെ കുറിച്ച് വളരെ ഇൻഡെപ്ത് നോളജ് ഉണ്ട്. പക്ഷെ എന്റെ SEO വർക്കുകൾ, എന്റെ നോളജ്, എന്റെ റിസൾട്ട് ഞാൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഡിപ്പെൻഡ് ചെയ്തത് AI-നെയാണ്. ഞാൻ ട്രെയിൻ ചെയ്തിരിക്കുന്ന AI മോഡൽസിനെ വെച്ചിട്ട് എന്റെ വർക്കുകൾ മാക്സിമം ഞാൻ എന്താ പറയുക ഓട്ടോമേറ്റ് ചെയ്യും, കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കും, കൂടുതൽ സംഭവങ്ങൾ ഞാൻ ചെയ്യും. അപ്പോൾ എന്റെ സംഭവങ്ങൾ എന്റെ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ടിസം അത് രണ്ടും കൂടി ചേർന്നിട്ടായിരിക്കും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനൊരു മാസം 4 SEO ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ, 4 വർക്കുകളാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഡിമാൻഡ് ചെയ്യേണ്ടത് 40 വർക്കായിരിക്കും ഞാൻ കൊടുക്കേണ്ടി വരിക. 40 വർക്ക്. അതായത് എന്റെ പ്രൊഡക്ടിവിറ്റി നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങളായിട്ടും ഈ 2 വർഷം കഴിഞ്ഞാൽ നിങ്ങളായിട്ട് കമ്പയർ ചെയ്തത്, നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന വർക്കിന്റെ 10 മടങ്ങോ 50 മടങ്ങോ വർക്ക് നിങ്ങൾ ചെയ്യേണ്ടി വരും. എന്നാലേ നിങ്ങളുടെ സാലറിയും സെയിം സാലറിയും തമ്മിൽ ഇതായിട്ട് പോകും. കാരണം കമ്പനികൾ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗം പോകും. ഓട്ടോമേഷൻ ഉറപ്പായിട്ട് പെർ വർക്ക് റേറ്റ് കുറയും. ഉറപ്പായിട്ട് ഈ സാലറി വെച്ചിട്ട് നിങ്ങൾക്ക് 4 വർക്കിനോ 1 വർക്കിനോ നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ഒരേ ഒരു മാർഗം കമ്പനികൾക്ക് നിങ്ങളിപ്പോ ചെയ്യുന്ന വർക്കിന്റെ 10 മടങ്ങാക്കുക, 10 മടങ്ങ് വർക്ക് ചെയ്യുക. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. കാരണം നിങ്ങളുടെ അതേ സമയത്തിനുള്ളിൽ നിങ്ങൾ അത് അത്രയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ AI പോലത്തെ സംഭവം ഉപയോഗിച്ച് ഇതാക്കണം. അത്രമാത്രം സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ടിസം നിങ്ങൾക്ക് വേണം തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞത് മുമ്പോട്ട് പോകുമ്പോൾ ഇത്തരം ടെക്നിക്കൽ സംഭവങ്ങൾ വളരെയധികം കയറി വരും. കാരണം ഈ ഇത്രയും വർഷങ്ങളുടെ ഇടയിൽ ഇല്ലാത്ത അത്രമാത്രം ടെക്നിക്കൽ സംഭവമാണ് എനിക്ക് കയറി വരാൻ പോകുന്നത്. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ടെക്നിക്കൽ നോളജ് ഈ സൈഡിൽ SEO ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ SEO നിൽക്കണ്ട എന്ന് ഞാൻ പറയുന്നു. ഒരു 2 വർഷം കഴിഞ്ഞാൽ ഔട്ടായിരിക്കും, 100% ഔട്ടായിരിക്കും. കാരണം 2 വർഷം കഴിഞ്ഞാൽ ടെക്നിക്കൽ സംഭവങ്ങളാണ് കൂടുതൽ വേണ്ടത്. കാരണം എന്താണ്, ഒന്ന് നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഈച്ച് ആൻഡ് എവരിത്തിങ് കാര്യങ്ങൾ അറിയാം. കാരണം 3 ആൾക്കാരെയാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. എനിക്കിത് ഓർമ്മയുണ്ട്, ഞാനത് പറയാം കുറച്ച്. 2001, 2002 ആ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ കീവേഡ് എന്ന സാധനത്തിന് ഗൂഗിളിന്റെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള SEO ആണെങ്കിൽ ഒരു 2010, 11, 12 ഒക്കെ എത്തിയപ്പോഴേക്കും സ്റ്റോറി ടെല്ലിംഗ് യൂസർ സൈഡിലേക്ക് എടുത്തു വന്നപ്പോ പിന്നീട് തിരിച്ച് സിമാന്റിക്കൽ അതൊക്കെ വന്നു. ഒരു 2013, 14 ഘട്ടങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരേ സമയം തന്നെ യൂസർക്ക് വേണ്ടി, ഒരേ സമയം തന്നെ ഗൂഗിളിനും വേണ്ടി, അത് സെർച്ച് എഞ്ചിൻസിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടന്റ് എഴുതുന്ന ഇതാണ്. നമ്മൾ മോസ്റ്റ്ലി ഇപ്പോൾ ആ ഒരു സ്റ്റേജിലാണ്. ഒരേ സമയം നമ്മൾ യൂസർക്ക് വേണ്ടി എഴുതണം, ഒരേ സമയം തന്നെ സെർച്ച് എഞ്ചിൻസിന് വേണ്ടി എഴുതണം. ഇനി നമ്മൾ 3ാമത് ഒരുത്തരും കൂടി വേണ്ടി എഴുതണം. കാരണം AIക്ക് വേണ്ടി എഴുതണം, സെർച്ച് എഞ്ചിൻസിന് എഴുതണം, യൂസർക്ക് എഴുതണം, ഇതിലാണ്. പക്ഷെ അതിനകത്ത് ഏറ്റവും കുറവ് ഇത് വരാൻ പോകുന്നത് യൂസർക്കായിരിക്കും. കാരണം ഫസ്റ്റ് ഡാറ്റ ഫീഡേഴ്സ് ആരാണ്? സെർച്ച് എഞ്ചിൻസ് ആയിരിക്കും, ഗൂഗിള് അടക്കമുള്ള. അപ്പൊ അതിനകത്ത് ടോപ്പിൽ വരിക എന്നുള്ളത് ആദ്യത്തെ ഇത്. 2ാമത്തെ പരിപാടി, ഈ ഡാറ്റയിൽ എടുത്തുകൊണ്ട് പോകുന്ന AI അതിൽ നിന്ന് നമ്മുടെ ഡാറ്റ പിക്ക് ചെയ്ത് AI മെൻഷൻസ് ഉണ്ടാക്കണം. അപ്പൊ അത് AIക്ക് വേണ്ടി നമ്മളവിടെ എഴുതേണ്ടി വരും. 2, 3 ഈ യൂസർക്ക് നമ്മൾ എഴുതിയ കണ്ടന്റ് ആണോ AI കാണിച്ചു കൊടുക്കാൻ പോകുന്നത്? നമ്മുടെ AI അവൻ സെർച്ച് ചെയ്ത അവന് വേണ്ടി ഇഷ്ടപ്പെട്ട ഭാവത്തിലും രൂപത്തിലും ടോണിലും AI ആണ് കണ്ടന്റ് എഴുതുന്നത്. നമ്മുടെ കണ്ടന്റിനെ AI എഴുതി കാണിക്കും. ഞാൻ ഒരു 1000, 2000 പേഴ്സുള്ള ആർട്ടിക്കിൾ എഴുതിയാൽ പോലും AI അത് വായിച്ച് മനസ്സിലാക്കി വേറെ 10, 15 ആൾക്കാരുടെയും കണ്ടന്റ് വായിച്ച് മനസ്സിലാക്കിയിട്ട് ആ സെർച്ച് ചെയ്തോന്നി അവന് ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണ് AI കൊടുക്കാൻ പോകുന്നത്. ഇനി വോയിസ് ബേസ്ഡ് സെർച്ചസിന്റെ കാലമാണ്, AI ബേസ്ഡ് സെർച്ചസിന്റെ കാലമാണ്. ട്രഡീഷൻ പണ്ട് 2001 ഇപ്പോഴും ഞാനൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന 2001 സെർച്ച് ചെയ്യുന്നത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു, ഓരോ സൈറ്റ് എടുത്ത് വായിച്ചു നോക്കുന്നു. എനിക്കൊരു കാര്യം പറയണമെങ്കിൽ 10-30 സെർച്ചസ് നടത്തിയിട്ടാണ് എനിക്ക് കണ്ടുപിടിക്കാൻ പോയി. ആ കാലമേ പോയി. എനിക്കൊരു ഒറ്റയടിക്ക് സംഭവങ്ങൾ നടക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ടെക്നിക്കൽ സംഭവങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് ഇമ്പോർട്ടൻസ് കൂടും. പക്ഷെ കണ്ടന്റ് ആണ് ഇതിന്റെ എക്ടിപ്പില്ല. നമ്മൾ ടെക്നിക്കൽ പഠിക്കുന്ന എന്തിനാ? കണ്ടന്റ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കണ്ടന്റ് എങ്ങനെ വേണം എന്നുള്ളത് ഈ ടെക്നിക്കൽ, ഈ രണ്ടും ചേരാതെ അല്ലാതെ ഒരെണ്ണം മാത്രം വെച്ചുകൊണ്ടിരുന്ന ഒരു സംഭവം നടക്കില്ല. അപ്പോ കീവേഡിന്റെ ഒരു സംഭവം പറയുകയാണെങ്കിൽ ഒരു തുടക്കകാലത്തിന്
നമുക്കറിയാം ഗൂഗിളിൽ എന്താണോ സെർച്ച് ചെയ്തത് അതാണ് കീവേഡ്. അപ്പൊ ഒരാളെ സെർച്ച് ചെയ്തായിരുന്നു, എന്തായിരുന്നു, ബീട്രൂട്ട് ലിപ് ബാം, ഹൗ ടു മേക്ക് ബീട്രൂട്ട് ലിപ് ബാം വിത്ത് വാസ്ലിൻ എന്ന് വിചാരിക്കാം. വലിയൊരു കീവേഡ് അല്ലെ, ഹൗ ടു മേക്ക് ബീട്രൂട്ട് ലിപ് ബാം വിത്ത് വാസ്ലിൻ. ബീട്രൂട്ട് എങ്ങനെ ലിപ് ബാം ഉണ്ടാക്കാം വിത്ത് വാസ്ലിൻ. അപ്പോ ഒരു 2010 മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഗൂഗിളിൽ എങ്ങനെയായിരുന്നു എന്ന് വിചാരിച്ചേ. ഇതിന് ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയെന്ന് വിചാരിക്കും, ജസ്റ്റ് ഒരു ആർട്ടിക്കിൾ. ഇതാണ് എന്റെ ആർട്ടിക്കിൾ. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കിയപ്പോ എന്റെ ചുണ്ട് വല്ലാതെ കറുത്തിരിക്കുന്നു. ഞാൻ ആലോചിച്ചു ഇതിനെന്തായിരിക്കും റെമഡി. അപ്പോ ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ബീട്രൂട്ട് ലിപ് ബാം വിത്ത് വാസ്ലിൻ, അതായിരിക്കും നിങ്ങൾക്കുള്ളത്, നിങ്ങളുടെ ചുണ്ട് ചുമക്കാൻ നല്ലത് എന്നതേക്കും. എക്സാക്ട് കീവേഡ് ഞാൻ കൊണ്ടുവന്നേ. പക്ഷെ ഞാൻ ചിന്തിച്ചു, എങ്ങനെയാണ് ബീട്രൂട്ട് ലിപ് ബാം വിത്ത് വാസ്ലിൻ ഉണ്ടാക്കുക, എനിക്കറിയില്ല. ഉടനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു ചോദിച്ചു, മിസ്റ്റർ അനീഷ്, നിങ്ങൾക്കറിയാമോ ബീട്രൂട്ട് ലിപ് ബാം വിത്ത് വാസ്ലിൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അപ്പൊ അദ്ദേഹം നെട്ടിക്കൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ബീട്രൂട്ട് ലിപ് ബാം വിത്ത് വാസ്ലിൻ? ഞാൻ ആദ്യമായിട്ട് എത്തിയ. അങ്ങനെ ഞങ്ങൾ 10-15 പേര് ഈ ബീട്രൂട്ട് ലിപ് ബാം വിത്ത് വാസ്ലിനെ കുറിച്ച് സംസാരിച്ചു. എൻ്റെ ഉത്തരേ എനിക്ക് ഇപ്പോഴും അറിയില്ല ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതാണ് ആർട്ടിക്കിൾ. ചുമ്മാ തമാശക്ക് പറഞ്ഞാണ്. ഈ ബീട്രൂട്ട് ലിപ് ബാം വിത്ത് വാസ്ലിൻ എന്നുള്ളതിന് ഹൈലി ഒപ്റ്റിമൈസ്ഡ് ആണ് ഈ ആർട്ടിക്കിൾ. ഇത് വളരെ ലോജിക്കലാണ്, അതിനകത്ത് സ്പാം ഒന്നുമല്ല, ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡാണ്. എന്തൊരു മിസ്റ്റേക്ക് ഉണ്ടോ ഈ പറഞ്ഞതിൽ, എന്തൊരു മിസ്റ്റേക്ക് ഉണ്ടോ, നടന്ന കാര്യം മര്യാദക്കുള്ള രീതിയിൽ അത് പറഞ്ഞു. പക്ഷേ ഒരു ബീട്രൂട്ട് ലിപ് ബാം വിത്ത് വാസ്ലിൻ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഒരുത്തന് ഈ പേജിൽ കയറിയാത്ത അവസ്ഥ എന്താണ്? അവൻ അന്വേഷിച്ചത് ബീട്രൂട്ട് ലിപ് ബാം വിത്ത് വാസ്ലിൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അവനെ സംബന്ധിച്ചിട്ട്. പക്ഷെ ഈ പേജിൽ കയറി കഴിഞ്ഞാൽ അവനത് കിട്ടുന്നില്ല. അപ്പൊ ഗൂഗിളിന്റെ ആദ്യത്തെ ചലഞ്ചാണ് ഈ പറഞ്ഞത്. അപ്പൊ തുടക്കത്തിൽ ഈ കീവേഡ് വെച്ചിട്ടായിരുന്നു റാങ്ക് ചെയ്തിരുന്നത്. ആ കീവേഡ് അവിടെ ഉണ്ടോ, എക്സാക്ട് ആ കീവേഡ് അവിടെ ഉണ്ടോ, ആ കീവേഡിന് ആ പേജിൽ അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉണ്ടോ, എൻ്റെ വെബ്സൈറ്റിന് ഈ കീവേഡിന് വെയിറ്റേജ് ഉണ്ടോ, കുറെ ആളുകൾ ഈ വെബ്സൈറ്റിനെ റെഫർ ചെയ്യുന്നുണ്ടോ, ഈ പേജിനെ റെഫർ ചെയ്യുന്നുണ്ടോ, റെഫർ ചെയ്യാനായിട്ട് ഈ കീവേഡ് ഉപയോഗിക്കുന്നുണ്ടോ, എത്ര വെബ്സൈറ്റുകൾ റെഫർ ചെയ്യുന്നുണ്ട്, എത്രത്തോളം വെബ്സൈറ്റുകൾ ഈ സെയിം കീവേഡ് ഉപയോഗിച്ചിട്ട് റെഫർ ചെയ്യുന്നുണ്ട്, ഇതൊക്കെയായിരുന്നു ആ സമയത്ത്. അപ്പോ ഈ പേജ് ആലോചിക്കുക, ഈ പേജ് ബീട്രൂട്ട് ലിപ് ബാം വിത്ത് വാസ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേജ് ഓക്കെയാണ്. ആ സമയത്ത് ഗൂഗിളിൽ റാങ്ക് ചെയ്യും, ഫസ്റ്റ് പൊസിഷനിൽ വരും ഈ പേജ്. ഓക്കെ, പക്ഷെ ചലഞ്ച് ഇതായിരുന്നു ഗൂഗിളിന്റെ, ഇത് ഒപ്റ്റിമൈസ്ഡ് ആണ്, കീവേഡ് വൈസ് ഒപ്റ്റിമൈസ്ഡ് ആണ്. പക്ഷെ സ്റ്റിൽ ഇത് ആളുകളുടെ ഇന്ത്യൻ്റെ ആളുകൾ അന്വേഷിക്കുന്ന ഒരു കാര്യമായിട്ട് പേജ് പലപ്പോഴും അലൈൻഡ് എങ്ങനെ എനിക്ക് ഒരു പേജ് ആളുകളുടെ ഇന്റന്റ്, ഓക്കെ, ആളുകളുടെ ഇന്റന്റിനനുസരിച്ചിട്ടാണ് ഈ പേജ് എന്ന് എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതാണ് ഗൂഗിളിന്റെ അടുത്ത ചലഞ്ച്. ഗൂഗിളിൽ നിന്നല്ല കേട്ടോ, പൊതുവെ എല്ലാവരും പറയുമ്പോൾ നമ്മൾ ഗൂഗിളിൽ മാത്രം പറയുന്നുള്ളൂ. അപ്പോ ഈ ഒരു സംഭവം വന്ന് ഒരു കുറെ വർഷങ്ങൾ കഴിയുമ്പോഴാണ് ടോപ്പിക്. ഇവിടെയാണ് നമ്മളുടെ മെയിൻ ഐറ്റം. നിങ്ങൾ ഏറ്റവും കൺസിഡർ ചെയ്യേണ്ടതും ഏറ്റവും സീരിയസ് ആയ കീവേഡുകളല്ല, ടോപ്പിക്കിനെയാണ്. ഇവിടെയാണ് ടോപ്പിക് എന്നുള്ള ഒരു സംഭവം കടന്നു വരുന്നത്. ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ എത്ര പേർക്ക് അറിയാം കീവേഡും ടോപ്പിക്കും തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? എത്ര പേർക്കറിയാം കീവേഡും ടോപ്പിക്കും തമ്മിലുള്ള വ്യത്യാസം? ആർക്കും അറിയില്ലേ? കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? ഞാൻ ഓഫ്ലൈനായിട്ടാണ് സംസാരിക്കുന്നതാണ്. ഓക്കെ, അല്ല ഞാൻ നോക്കുമ്പോ ആരും ഒന്നും പറയുന്നില്ലേ, ആർക്കും അറിയില്ല. ഒന്നുമില്ല. ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കളക്ഷൻ ഓഫ് കീവേഡ്സ്, എന്ന് വിചാരിക്കുക. കളക്ഷൻ ഓഫ് കീവേഡ്സ് ആണ് ടോപ്പിക്. അതായത് ഇനി നമ്മൾ സെയിം ഇതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാം. ബീട്രൂട്ട് ലിപ് ബാം വിത്ത് വാസ്ലിൻ, അതെന്താ ടോപ്പിക്? എന്തായിരിക്കും ആ ടോപ്പിക് എന്ന് പറയുന്നത്? ലിപ് ബാം ഉണ്ടാക്കുക, എന്താണ് മേക്ക് ലിപ് ബാം, എന്താണ് മേക്ക് ലിപ് ബാം എന്നുള്ളതാണ് ടോപ്പിക് അല്ലെ. മേക്ക് ലിപ് ബാം എന്നുള്ളതാണ് അവിടെ ടോപ്പിക്. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കി, ലിപ് ബാം ഉണ്ടാക്കുക അതാണ് ടോപ്പിക് അല്ലെ. ആ ടോപ്പിക്കിൽ വരുന്ന കാര്യമല്ലേ. ആ ലിപ് ബാം പല വിധത്തിൽ ഉണ്ടാക്കാലോ. അപ്പോ ആ ടോപ്പിക്കിൽ വരുന്ന ഒരു പർട്ടിക്കുലർ ടോപ്പിക്കാണെന്ന് വേണം പറയാം. ഒരു ബീട്രൂട്ട് ഉപയോഗിച്ച് ലിപ് ബാം ഉണ്ടാക്കാം, ബീട്രൂട്ട് ഇല്ലാതെ ലിപ് ബാം ഉണ്ടാക്കാം, വാസലിൻ ഉപയോഗിച്ച് ലിപ് ബാം ഉണ്ടാക്കാം, വാസലിൻ ഇല്ലാതെ ലിപ് ബാം ഉണ്ടാക്കാം. ഇതെല്ലാം ഡിഫറെന്റ് സിനാരിയോസ് ആണ്. പക്ഷെ ടോപ്പിക് എന്താണ്? എല്ലാത്തിന്റെയും ലിപ് ബാം ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലെ.
നമ്മള് മുമ്പത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ടാക്സ് കൺസൾട്ടേഷൻ ഇൻ ദുബായ്, അല്ലെങ്കിൽ ഈ അതിനുവേണ്ടിയുള്ള ഓഫീസ് സ്പേസസ് ഇൻ ദുബായ്, ഇതെല്ലാം പറയുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിലെ ടോപ്പിക് എന്താ? ഡൂയിങ് ബിസിനസ് ഇൻ ദുബായ്. അതാണ് ടോപ്പിക്. ഈ പലരും ഏറ്റവും വീക്കായി പോകുന്നതിന്റെ ഒരു മെയിൻ കാരണം ടോപ്പിക്കിനെ തിരിച്ചറിയാൻ പറ്റാത്തതാണ്. നമ്മൾ ഡീൽ ചെയ്യുന്ന സംഭവത്തിലെ ടോപ്പിക്കിനെ തിരിച്ചറിയുന്നിടത്തുനിന്നേ മാജിക്കുകൾ സംഭവിക്കുള്ളൂ. അല്ലാത്ത വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും വെബ്സൈറ്റ്. ടോപ്പിക്കിനെ തിരിച്ചറിയാം. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മള് ഇവിടെ കളക്ഷൻ ഓഫ് കീവേഡ്സ് ആണ് ടോപ്പിക്. അതായത് ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ചിട്ട് ആ ടോപ്പിക്കിൽ വരാവുന്ന കുറേയധികം കീവേഡ്സ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു SEO സ്പെഷ്യലിസ്റ്റിനെ വേണം കേരളത്തിൽ, ഒരു കമ്പനിക്ക് SEO സ്പെഷ്യലിസ്റ്റ് വേണം. ആ ടോപ്പിക് ഒന്ന് ആലോചിച്ച് നോക്കി. ആൾക്കാരെ ഒരു കീവേഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ആൾക്കാർ പല പല കീവേഡ്സ് ഉപയോഗിക്കും ആ ടോപ്പിക്കിനെ സംബന്ധിച്ചിട്ട്. ചിലവർക്ക് വേണ്ടത് SEO എക്സ്പെർട്ട് ഇൻ കേരള, ചിലവർക്ക് SEO സ്പെഷ്യലിസ്റ്റ് ഇൻ കേരള, ചിലവർക്ക് SEO എക്സ്പെർട്ട് ഫോർ മറ്റേ ഇന്ന ടൈപ്പ് നീഷ്, അല്ലെങ്കിൽ ആ ടൈപ്പ് നീഷ്, അങ്ങനെ പലതും ആയിരിക്കാം ആ ടോപ്പിക്കിനെ സംബന്ധിച്ച് പല കീവേഡ്സ്. ഒരാൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം. ടോപ്പിക് എന്താ? ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ. ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഈ ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ടോപ്പിക്കിൽ എത്രത്തോളം കീവേഡ്സുകൾ വരാം? ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ സെർച്ച് ചെയ്യാം. ചിലപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഓൺലൈൻ സെർച്ച് ചെയ്യാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ കീവേഡുകളും ചേരുന്ന ആ ടോപ്പിക്കാണ് ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടോപ്പിക് എന്താണെന്നുള്ളതും കീവേഡ് എന്താണെന്നുള്ളതും ഡിഫറൻസ് ക്ലിയർ ആണോ? ക്ലിയർ ആയൊരു കൈവക്കാമോ? ഓക്കെ. ഈ വ്യത്യാസം മനസ്സിലാക്കണം. എപ്പോഴും നമ്മൾ ഡീൽ ചെയ്യുന്ന വെബ്സൈറ്റിന്റെ കീവേഡ് അല്ല നോക്കേണ്ടത്, നമ്മൾ ഡീൽ ചെയ്യുന്ന വെബ്സൈറ്റിന്റെ ടോപ്പിക്കാണ് നോക്കേണ്ടത്. മനസ്സിലായി? കീവേഡും വേണം, ടോപ്പിക്ക് വേണം. ഞാൻ പറയുന്നു ഒന്നിന്റെ പ്രസക്തി പോട്ടില്ല. കീവേഡുകൾ കുറെ ചേരുന്നതാണ് ടോപ്പിക്. യെസ്. ഇനി ടോപ്പിക് വന്നപ്പോ എന്താണ് ഗൂഗിളിന്റെ ആ ഒരു പ്രോസസ്സിൽ വന്ന വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കഥ ഞാൻ ചുമ്മാ പറഞ്ഞു കൂട്ടി. എന്താണ് പറഞ്ഞ ഈ ലിപ്പാം ഇങ്ങനെ അങ്ങനെ പറഞ്ഞ ആ കീവേഡ് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന. പക്ഷെ ടോപ്പിക് വരുമ്പോ ഗൂഗിളിന്റെ അൽഗോരിതങ്ങൾ ഇങ്ങനെയാണ്. മേക്കിംഗ് ലിപ്പാം. ഓക്കെ, മേക്കിംഗ് ലിപ്പാം എന്ന് പറഞ്ഞ ഒരു ലിപ്പാം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതാണ് ടോപ്പിക്. ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം കീവേഡ്സ് ഗൂഗിളിൽ അറിയാം. അപ്പോ ഗൂഗിളിൽ അറിയാം മേക്കിംഗ് ലിപ്പാം എന്നുള്ള ആളുകളുടെ കൊറീസ്, ഇന്റർനെറ്റിലെ കൊറീസിൽ പൊതുവെ ഇതിനോടൊപ്പം ഒരു സാധനം കയറി വരുന്ന ഗൂഗിൾ കാണും, ഇൻഗ്രീഡിയൻസ്. ഇപ്പൊ നമ്മൾ ചിക്കൻ 65 ഉണ്ടാക്കുക എന്ന് പറയുന്നതിനോടൊപ്പം കയറി വരുന്ന കുറേയധികം കീവേഡ്സുകളുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കീവേഡുകൾ തന്നെയാണ് ഗൂഗിൾ അവിടെ കൺസിഡർ ചെയ്യുന്നത് ടോപ്പിക്കുന്നു. അപ്പൊ ഗൂഗിൾ കാണുന്നു, എടാ ഈ ലിപ്പാം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ ഇൻഗ്രീഡിയൻസ് എന്നുള്ള ഒരു കീവേഡും കൂടി പരാമർശിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, റിലേറ്റഡ് കീവേഡ് ആ ടോപ്പിക്കിൽ വരുന്ന വളരെ മസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ. അതേപോലെ ഇൻസ്ട്രക്ഷൻ, ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷൻ, ആദ്യം ബീട്രൂട്ട് അരിയുക, ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഇന്ന് ചെയ്യുക. അവിടെ ഒരു ഇൻസ്ട്രക്ഷൻസ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ ഇൻഗ്രീഡിയൻസ്, ഇൻസ്ട്രക്ഷൻസ്, അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് അവർ മനസ്സിലായി. ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് കടന്നു വരുന്ന ചില കാര്യങ്ങൾ അവർ മനസ്സിലാവാൻ തുടങ്ങി. എക്സാമ്പിൾ, ഒരു കോഴ്സിന്റെ പേജ് എന്ന് വിചാരിക്കാം. എന്തുണ്ട് ഒരു കോഴ്സ്? ജാവാന്റെ കോഴ്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കോഴ്സ്, എന്തോ ആട്ടെ. ഒരാള് പ്രതീക്ഷിക്കുന്നുണ്ട്, അതിനോടൊപ്പം പ്രതീക്ഷിക്കുന്ന കുറെ കീവേഡ്സുകൾ. അത് തന്നെയാണ് ഗൂഗിളും പ്രതീക്ഷിക്കുന്നത്. ഒരു കോഴ്സിനെ കുറിച്ച് പറയുന്ന ഒരു പേജിൽ ഉറപ്പായിട്ട് അതിന്റെ ഡ്യൂറേഷൻ ഇത്ര കാണണം. അതേപോലെ തന്നെ അതിന്റെ സിലബസ് ഓക്കെ ഇങ്ങനെയാണ് കാണണം. അതേപോലെ അതിനെ സംബന്ധിച്ചിട്ടുള്ള കുറെ പ്രോപ്പർട്ടീസ് ഉണ്ടാവില്ലേ, അത് എക്സ്പെക്ട് ചെയ്യുന്നത്. അത് എഗെയിൻ അത് ഗൂഗിൾ എനിക്ക് മറ്റേ ട്രൈഗ്രാമത്തെ പോലെ 3 കീവേഡ്സോ 4 കീവേഡ്സോ അങ്ങനത്തെ കുറെ ഇതിൽ നിന്നാണ് ഗൂഗിൾ മനസ്സിലാക്കുന്നത്. അപ്പോ ഗൂഗിൾ ഒരു ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ചുകൂടി സിമാറ്റിക് സെർച്ചിന്റെ ഒക്കെ ഒരു ഇത് വരുന്നത് ഇവിടെ നിന്നാണ്. ഗൂഗിള് ഒരു ടോപ്പിക് എന്താണെന്ന് മനസ്സിലായിട്ട് ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് ഗൂഗിൾ പ്രതീക്ഷിക്കുന്ന കുറെ കീവേഡ്സുകളുണ്ട് ആ പേജിൽ. ഈ കീവേഡ്സുകൾ ആ പേജിൽ ഉണ്ടെങ്കിൽ, ഈ കീവേഡ്സുകൾ എന്ന് പറഞ്ഞാൽ ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് വരേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിന്റെ പ്രസൻസ് ഗൂഗിളിൽ കാണാൻ കഴിയണം. അത് കാണാൻ കഴിയുന്നതിനെ ആണ് ആ പേജ് ഇപ്പൊ എന്താവും എന്ന് പറയാൻ പറ്റുമായിരിക്കും. ഞാൻ ഇപ്പൊ പറഞ്ഞത് ഒരു പേജില് ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് ഗൂഗിൾ പ്രതീക്ഷിക്കുന്ന കുറേയധികം കീവേഡ്സുകൾ, കുറേയധികം സബ് ടോപ്പിക്സുകൾ, എന്ത് വേണമെങ്കിലും പറയാം. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പേജിൽ എന്തായി എന്ന് പറയാൻ പറ്റും? ആർക്കും പറയാൻ പറ്റും? പേജ് ഒപ്റ്റിമൈസ്ഡ് എന്ന് പറയും. ടോപ്പിക്കൽ റെലവൻസ്.
ടോപ്പിക്കൽ റെലവൻസ് ഈ പറഞ്ഞത് എപ്പോഴും ആലോചിക്കുക. ടോപ്പിക്കൽ റെലവൻസ് പേജിനും ടോപ്പിക്കൽ അതോറിറ്റി സൈറ്റിനും ഉണ്ടാകും. ടോപ്പിക്കൽ അതോറിറ്റി ഒരു പേജിനല്ല, ടോപ്പിക്കൽ അതോറിറ്റി ഒരു വെബ്സൈറ്റിനാണ്. ടോപ്പിക്കൽ അതോറിറ്റി നമ്മുടെ വേറൊരു ക്ലാസ്സിലുണ്ട്, അത് അതിന്റെ പേറ്റന്റ് കാണിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. ഗൂഗിൾ അതൊക്കെ കണക്ക്, നമ്മൾക്കാണ് ഇതൊക്കെ കോംപ്ലിക്കേഷൻ. ഗൂഗിൾ അത് കണക്കൂട്ടുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ് ടോപ്പിക്കൽ അതോറിറ്റി ഒക്കെ. എന്നാലും അതിന്റെ പേറ്റന്റ് മറ്റൊരു ദിവസം പറഞ്ഞുതരാം. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവൻ ടോപ്പിക്കിനെ ഇവന്റെ അൽഗോരിതങ്ങളിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തപ്പോൾ ഇവന് കുറച്ചും കൂടി ആളുകളുടെ ഇന്റന്റ് അനുസരിച്ച് ഈ പേജിന്റെ ക്വാളിറ്റി അറിയാൻ പറ്റിയവന്. ഇപ്പൊ നേരത്തെ പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബീട്രൂട്ട് ലിബാം വിത്ത് വാസലിൻ എന്നതിൽ ഞാൻ എന്റെ കൂട്ടുകാരനായിട്ട് ഇത് ഉണ്ടാക്കാൻ അറിയില്ല, അവനും അറിയില്ല. ഞാൻ അങ്ങനെ കുറച്ചേര് സംസാരിച്ചു എന്ന ആർട്ടിക്കിളിൽ അവൻ നോക്കിയപ്പോ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയുന്നില്ല, മേക്കിങ്ങിനെ കുറിച്ച് പറയുന്നില്ല, ഒരു ഉണ്ടാക്കേണ്ടത് അതിനെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല ഈ പേജിലില്ല. വേറൊരു ആർട്ടിക്കിൾ വായിച്ചപ്പോ അവന്റെ അവൻ പറയുന്നു ബീട്രൂട്ട് ലിബാം വിത്ത് വാസലിൻ ഉണ്ടാക്കണമെന്ന് ഇന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയാനായിട്ട് ഞാൻ മിസ്റ്റർ സുമേഷിനെ വിളിച്ചു. അപ്പൊ സുമേഷ് പറഞ്ഞു എന്റെ അടുത്ത്, നീ ഒരു 1/2 കിലോ ബീട്രൂട്ട് മേടിക്കുക, 1/2 കിലോ ഇത് മേടിക്കുക, പെട്രോളിയം തിരി മേടിക്കുക, അത് മേടിക്കുക, ഇത് മേടിക്കുക. എന്നിട്ട് നീ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് എടുത്തിട്ട് അരിഞ്ഞ് ഇത്ര നേരമൊക്കെ വെച്ച് അതൊക്കെ ഉണ്ടാക്കി ആദ്യം ബീട്രൂട്ട് തന്നെ, പിന്നെ അതിന്റെ തിക്നെസ്സിനെ കുറിച്ച് പറഞ്ഞാൽ അതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. ഇവിടെ ഗൂഗിൾ അതിനകത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് ഗൂഗിൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതിന്റെ മേക്കിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടപ്പോൾ തന്നെ ഗൂഗിൾ ഫ്ലാറ്റ്. കാരണം ഗൂഗിൾ ഒരു സാധനം ഉണ്ടാക്കുന്നതിന്റെ ഇതാണ്. അപ്പൊ തന്നെ ഗൂഗിളിൽ വളരെയധികം താല്പര്യമാണ്. പിന്നെ സ്കീമയൊക്കെ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലുണ്ടാവും. അപ്പൊ ഇതൊക്കെ അതിനകത്ത് അങ്ങനത്തെ വാക്കുകളുണ്ട്. ഗൂഗിൾ മനസ്സിലായി ആ ഒരു ഇന്റന്റ് ആയിട്ട് വളരെ റെലവെന്റ് ആണ്, ആ ടോപ്പിക് ആയിട്ട് വളരെ റെലവെന്റ് ആണ്. കാരണം ബീട്രൂട്ട് ലിപ്പാം ഉണ്ടാക്കുക എന്നുള്ളതാണ് ടോപ്പിക്ക്. അതിൽ തന്നെ ബീട്രൂട്ടിന്റെ ലിപ്പാം വിത്ത് വാസലിനാണ്. ഇതാണെങ്കിൽ ലിപ്പാം ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് എനിക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് തന്നെ ബീട്രൂട്ട് ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും വാസലിൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഗൂഗിളിന് ക്ലിയർ ആയിട്ട് ആ കീവേഡുകളിൽ നിന്ന് തന്നെയാണ് ഗൂഗിൾ ഇത് മനസ്സിലാക്കുന്നത്. ആ പേജിലുള്ള കീവേഡ് എന്ന് പറഞ്ഞാൽ എക്സാക്ട് കീവേഡ് അല്ല, അർത്ഥങ്ങൾ, അതിന്റെ സിമാറ്റിക് മീനിങ്ങിൽ നിന്ന് ഗൂഗിളിന് മനസ്സിലായി ഈ പേജ് ടോപ്പിക്കിൽ വളരെ റെലവെന്റ് ആണ്, അവന്റെ സെർച്ചിനും ഇതിനും റെലവെന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെയാണ് സെർച്ചിന്റെ ഒരു മാറ്റം വന്നത്. അപ്പൊ പണ്ടത്തെ സെർച്ചിൽ നിന്നും രണ്ടാമത്തെ സെർച്ചിൽ തമ്മിൽ ഉള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ടോപ്പിക് വന്നപ്പോഴും ക്വാളിറ്റി ഉറപ്പായിട്ടും അതൊരു നല്ല രീതിയിൽ ഗൂഗിളിന് കുറച്ചും കൂടി ഇതാക്കാൻ തുടങ്ങി. അപ്പോ ടോപ്പിക്കൽ റെലവൻസും ടോപ്പിക്കൽ അതോറിറ്റി അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് ഗൂഗിൾ അവിടെ നിന്ന് ക്വാളിറ്റി ഉയർത്തി കൊണ്ടുവന്നപ്പോ പോലും ഗൂഗിളിന്റെ തലവേദന തീരുന്നുണ്ടായിരുന്നില്ല. എപ്പോഴും വേറെ ഒരു തലവേദന അവിടെ കിടക്കുന്നു. കാരണം ഈ ഇന്റർനെറ്റിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വെബ്സൈറ്റുകളുണ്ട്, പലയിടത്തും പല ഡോക്യുമെന്റ്സുകളുണ്ട്, ഇതുണ്ട്. പക്ഷെ ഇതൊക്കെ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഒന്നും അങ്ങനെ ഗൂഗിളിന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോ എക്സാമ്പിൾ പറയണേ, ഇപ്പൊ എലോൺ മസ്കിന്റെ കുറിച്ച് പറയുമ്പോ ഈ എലോൺ മസ്ക് എന്നുള്ള കീവേഡ്, എലോൺ മസ്ക് റിലേറ്റഡ് കീവേഡ്സ് കുറെ അറിയാന്നുണ്ടെങ്കിലും ഗൂഗിളിന് എലോൺ മസ്കിന് എത്ര റവന്യൂ ഉണ്ട് എന്നൊരു ചോദ്യം ഒരാൾ ഗൂഗിളിന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഇത് ഓരോരുത്തർ എഴുതിയിട്ടുണ്ടാവണം. എലോൺ മസ്കിന്റെ ടോട്ടൽ റവന്യൂ ഇത്രയാണ്, ഒരു തെറ്റൂല, ഹൈ ഇന്റന്റുള്ള ഹൈ റെലവെന്റ് ആയിട്ടുള്ള എഴുത്താണത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എലോൺ മസ്കിന്റെ ടോട്ടൽ റവന്യൂ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കമ്പനി ടെസ്ലയുടെ വരുമാനം, സ്പേസ് എക്സിന്റെ റവന്യൂ, അതൊക്കെ അപ്പൊ ഗൂഗിളിന് മനസ്സിലാക്കാൻ പറ്റണം. ഈ എലോൺ മസ്കിന്റെ കമ്പനിയാണ് ടെസ്ല, അതിന്റെ മറ്റൊരു കമ്പനിയാണ് സ്പേസ് എക്സ്. അപ്പൊ അതിൽ നിന്നൊക്കെയുള്ള എക്സ് ട്വിറ്ററിന്റെ ഒക്കെ, അപ്പൊ അതിൽ നിന്നുള്ള റവന്യൂ എന്ന് പറഞ്ഞാലും പുള്ളിയുടെ റവന്യൂ ആണ്. ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് കിട്ടുന്നില്ല ഗൂഗിളിന്. അതേപോലെ ഒരാൾ ഇന്ന സ്ഥലത്ത് ജനിച്ചു, ശരി, അപ്പൊ ആ സ്ഥലത്ത് ജനിച്ചവരും ഇയാളും തമ്മിലൊരു ഇൻഡയറക്റ്റ് ഒരു ബന്ധമുണ്ട്. ഞാൻ ആ സ്ഥലത്ത് ജനിച്ച മറ്റുള്ള ആളുകൾ തമ്മിൽ ഇതുണ്ട്. ഇങ്ങനത്തെ ഒരു റിലേഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഗൂഗിളിനല്ല. പൊതുവേ IT അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. നമ്മുടെ ഒരു കഴിഞ്ഞാല് ആരോ പറഞ്ഞു, നമ്മുടെ ഒരു ഫാമിലി ട്രീ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് എല്ലാം കറക്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ആ ബന്ധം പറയാൻ പറ്റും, അല്ലെ? നമ്മൾ ഈ സ്കാറ്റേഡ് ആയിട്ട് കുറെ ആർട്ടിക്കിൾസ്, ഇപ്പൊ നമ്മുടെ വീടിനെ കുറിച്ച്, വീട്ടുകാരെ കുറിച്ചൊക്കെ ഒരു ആർട്ടിക്കിളൊക്കെ എഴുതാൻ പറഞ്ഞത് വെറുതെ 1000 വേർഡ്സിലൊക്കെ എഴുതി പോയാലും പറ്റും. ഞാൻ ഇതാണ് അമ്മയുടെ അച്ഛൻ അവിടെയാണ്, അതാണ് അമ്മാവൻ ഇങ്ങനെയൊക്കെ കുറെ ആർട്ടിക്കിൾസ് ഒക്കെ എഴുതിയാലും നിങ്ങൾക്ക് ഞാൻ ഒരു 100 ആർട്ടിക്കിൾസ് അങ്ങോട്ട് തന്നു വിചാരിച്ചു, നിങ്ങളുടെ കിളി പറക്കും. ഒരു ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. ഇത്രയും സ്ഥലത്ത് നിന്ന് അതിനെ സ്ട്രക്ചേർഡ് ആയിട്ട് ഗൂഗിളിന് അതൊക്കെ തമ്മിലുള്ള ഒരു ബന്ധം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നേരെ മറിച്ച് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ തരികയാണല്ലോ, വെറുതെ ഒരു ചാർട്ട് തരണം. അവിടെ ഞാൻ ആ ട്രീയില് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, വൈഫ്, ആ അമ്മയുടെ അതിന്റെ താഴെയും അമ്മയുടെ അച്ഛൻ, അമ്മയുടെ അമ്മ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ നല്ലൊരു ട്രീ പോലെ ഒരു സാധനം വരച്ചു തന്നത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് ഇപ്പൊ തന്നിരിക്കുന്നത്, അല്ലെ? ഈ സാധനം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇന്റർനെറ്റിലുള്ള എല്ലാ ഡോക്യുമെന്റുകളും ഇങ്ങനെ തമ്മിൽ ബന്ധിപ്പിച്ച് പലതും തമ്മിലുള്ള ബന്ധം, ചിലപ്പോൾ ഡയറക്റ്റ് ബന്ധം ഒരിക്കില്ല, ബന്ധത്തിന്റെ അങ്ങനെ പലതും നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും.
ഈ കണക്ട് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു ടെക്നോളജികൾ പല കമ്പനികൾ IBM അടക്കമുള്ള കമ്പനി IBM ഒക്കെയാണ് ശരിക്കും ആദ്യം തുടങ്ങിയത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ IBM ആണ് ഏറ്റവും ആദ്യം. IBM അടക്കമുള്ള കമ്പനികൾ ഇതിന്റെ കുറേയധികം ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയ സാധനം ഒരു ടേബിളാണ് നോളജ് ഗ്രാഫ് എന്ന് പറയുന്നത്. തുടക്കത്തിൽ നോളജ് ഗ്രാഫ് എന്നായിരുന്നില്ല, വേറെ പേരുകളായിരുന്നു. എന്തായാലും നോളജ് ഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഇങ്ങനത്തെ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ തുടങ്ങിയിട്ട് അതിനകത്ത് അവര് നോട്ട്സുകൾ എന്ന് പറയും. ഡാറ്റാബേസിൽ സൂക്ഷിക്കുന്ന നോട്ട്സുകൾ എന്ന് പറയും. ഈ നോഡുകളെയാണ് ഇപ്പൊ എന്ത് വിളിക്കണമെന്ന് പറയാമോ? ആർക്കെങ്കിലും പറയാൻ വേണ്ട ഈ നോഡുകളെ എന്താണ് ഇപ്പൊ വിളിക്കുന്നത്? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? എൻറ്റിറ്റി എന്ന് കേട്ടിട്ടില്ലേ? ഈ നോഡുകളാണ് എൻറ്റിറ്റീസ് എന്ന് പിൽക്കാലത്ത് അറിയപ്പെടാൻ പറയുന്നത്. അങ്ങനെ ഇടയ്ക്ക് വെച്ച് ഗൂഗിളിൻ്റെതായിട്ടുള്ള ഒരു ഡാറ്റാബേസ് സ്റ്റാർട്ട് ചെയ്തു. ആ ഡാറ്റാബേസിന് ഗൂഗിൾ ഇട്ട പേരാണ് നോളജ് ഗ്രാഫ്. ആക്ച്വലി നോളജ് ഗ്രാഫിന് ഇത്തരം പറയുന്ന എല്ലാ ഡാറ്റാബേസുകളും നോളജ് ഗ്രാഫ് തന്നെ പണ്ട് പറഞ്ഞിരുന്നത്. പക്ഷെ ഗൂഗിളിന്റെ ഡാറ്റാബേസ് ഫേമസ് ആയി, ഗൂഗിളിന്റെ ഒഫീഷ്യൽ നോളജ് ഗ്രാഫ് എന്നുള്ള ഡാറ്റാബേസ്. അപ്പൊ ഈ നോളജ് ഗ്രാഫ് എന്നുള്ള ഡാറ്റാബേസ് ഗൂഗിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഗൂഗിൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ വ്യക്തമായിട്ട് ഗൂഗിളിന് മനസ്സിലാവുന്ന സംഭവങ്ങൾ മാത്രം, വ്യക്തത, അതിന് പകരം മറ്റൊന്നുമില്ല. ഗൂഗിളിന് അറിയാം അത് ഇന്നതാണ് എന്ന് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള വെൽ സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ സംഭവങ്ങളെയും ഗൂഗിൾ എൻറ്റിറ്റി എന്ന് വിളിച്ചു. അത് ഒരു വ്യക്തിയാകാം, വ്യക്തി എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള പേഴ്സൺസ് ആകാം, അല്ലെങ്കിൽ ഒരു സ്ഥലമാകാം, ആശയങ്ങളാകാം, ഓർഗനൈസേഷൻ, കമ്പനികൾ, എന്തും ആകാം. നമ്മളിപ്പോ എലോൺ മസ്ക് എന്ന് സെർച്ച് ചെയ്താൽ ഗൂഗിളിന് അറിയാം എലോൺ മസ്ക് എൻറ്റിറ്റിയാണ്. ഗൂഗിളിന്റെ നോളജ് ഗ്രാഫ് ഡാറ്റാബേസിൽ കയറി പറ്റി. അതുകൊണ്ട് ഗൂഗിളിന് അറിയാം എലോൺ മസ്കിനെ കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഗൂഗിളിന് അറിയാം. ഈ എൻറ്റിറ്റിനെ കുറിച്ചുള്ളത് നമ്മൾ മുമ്പ് ഒരു ദിവസത്തെ ക്ലാസ്സിൽ കഴിഞ്ഞതാണ്. കാണാത്തവരെ അതൊന്ന് കണ്ടു നോക്കാട്ടോ എൻറ്റിറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഗൂഗിളിന് അറിയാം. അപ്പൊ ഗൂഗിളിന് എന്ത് ചെയ്യാൻ പറ്റും? ഓരോരുത്ത് എലോൺ മസ്കിനെ കുറിച്ച് പറഞ്ഞാൽ വേറൊരിടത്ത് മറ്റേ സ്പേസ് എക്സ് അല്ലെ ടെസ്ല, ഇതൊക്കെ തമ്മിലുള്ള ബന്ധം അറിയും. എലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ ഫൗണ്ടർ ഓഫ് ഇന്നതാണ്, അദ്ദേഹത്തിന്റെ വൈഫ് ഇന്നാളാണ്, അദ്ദേഹം അല്ലെങ്കിൽ ഇന്നാളുടെ മുത്താപ്പയുടെ വീടിന്റെ അയൽപക്കത്തോളം, ഇങ്ങനെയാണ് ആ റിലേഷൻ വരെ കറക്റ്റ് ആയിട്ട് ഇതിന് കംപ്ലീറ്റ് പിടിക്കാൻ പറ്റും. ഇതൊരു വ്യക്തിയുടെ മാത്രമല്ല, ഒരു സ്ഥലത്തിന്റെയും മറ്റേ ഇതിന്റെ എല്ലാം. അപ്പൊ ഈ എൻറ്റിറ്റി വന്നതോടുകൂടി ഗൂഗിളും എൻറ്റിറ്റിയും ടോപ്പിക്കും കീവേഡും തമ്മിലുള്ള കോമ്പിനേഷൻ വന്ന് വർക്കൗട്ട് ആവാൻ തുടങ്ങി. അത് അങ്ങോട്ട് ഗൂഗിളിന്റെ റേഞ്ച് മാറ്റാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗൂഗിൾ ഒരു വെബ്സൈറ്റ് മാത്രമല്ല, പല വെബ്സൈറ്റുകളും പല പേജുകളും, ഒരു വെബ്സൈറ്റിന്റെ ഉള്ളിലെ തന്നെ പേജുകളും ഒരു പേജിലെ തന്നെ കണ്ടന്റുകളും തമ്മിലുള്ള റിലേഷൻസ് പലതും എൻറ്റിറ്റി വൈസ് ഗൂഗിളിന് അറിയാൻ സാധിച്ചു. ടോപ്പിക് വൈസ് ഗൂഗിള് അതും ഗൂഗിൾ അറിയുന്നുണ്ട്. ഈ എൻറ്റിറ്റി വൈസും ടോപ്പിക് വൈസും ഒക്കെ ഗൂഗിളിനെ സഹായിക്കുന്നത് കീവേഡ്സ് ആണ്. ബാക്കിൽ ഫീഡേഴ്സ് അപ്പുറം കീവേഡ്സ് തന്നെ. പക്ഷെ നമ്മൾ പറയുന്ന പോലെ പണ്ടത്തെ പോലെ കുറെ കീവേഡ്സ് സ്റ്റഫ് ചെയ്താൽ ഇതാവില്ല. മറിച്ച് നമ്മൾ ആ ഒരു എൻറ്റിറ്റി വൈസും ടോപ്പിക് വൈസും ഈ ഫോക്കസ് ചെയ്തിട്ട് ഈ കണ്ടന്റിനെ സ്ട്രക്ചർ ചെയ്യുക, കണ്ടന്റിനെ റൈറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ബാക്കി എല്ലാ മാജിക്കുകളും നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഒന്ന് നിങ്ങൾ ആലോചിക്കുക, എൻറ്റിറ്റി വേറെ, ടോപ്പിക് വേറെ, എന്താണ് നമ്മുടെ കീവേഡ് വേറെ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ലേണിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺലൈൻ, ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺലൈൻ, ഇതൊരു കീവേഡാണ്. നമ്പർ 1, ഇതൊരു കീവേഡാണ്. ടോപ്പിക് എന്താ? ലേണിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുക, അതാണ് ടോപ്പിക്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാവുന്ന ഒരാൾക്ക് പല രീതിയിലും സെർച്ച് ചെയ്യാം. നേരത്തെ പറഞ്ഞ ഒരു കീവേഡ് മാത്രമായിരിക്കില്ല, 10, 30, 40, 50 വേറെ വേരിയേഷൻസിലൊക്കെ അയാൾക്ക് സെർച്ച് ചെയ്യാം. ടോപ്പിക് ഒന്നായിരിക്കും. എൻറ്റിറ്റി എന്തായിരിക്കും ഇതിനകത്ത്? ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് മാത്രം എൻറ്റിറ്റിയാണ്. അത് കാരണം വെൽ ഡിഫൈൻഡ് ആണ്. ഗൂഗിളിന് അറിയാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നതാണെന്ന് അറിയാം. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന എൻറ്റിറ്റി വരുമ്പോൾ അതിന്റെ ബന്ധുക്കളെയും കൂടിയും കാണുമ്പോഴാണ് ഗൂഗിളിന് മനസ്സിലാവുന്നത് ഈ എൻറ്റിറ്റിക്ക് നല്ല കവറേജ് ഉണ്ട്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന എൻറ്റിറ്റിയുടെ ബന്ധുക്കളാണ്, തൊട്ടടുത്ത് നടക്കുന്ന എൻറ്റിറ്റിയാണ് SEO എന്ന എൻറ്റിറ്റി, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് എന്ന എൻറ്റിറ്റി, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന എൻറ്റിറ്റി, ഫേസ്ബുക്ക് എന്ന എൻറ്റിറ്റി, ഗൂഗിൾ എന്ന എൻറ്റിറ്റി, ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന എൻറ്റിറ്റി, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന എൻറ്റിറ്റി, ഡ്രോപ്പ് ഷിപ്പിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ മാർക്കറ്റിംഗും ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ തൊട്ടടുത്ത് നടക്കുന്ന എൻറ്റിറ്റി ആണെന്നറിയാം. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ കാണുമ്പോൾ ഗൂഗിളിന് മനസ്സിലാവുന്നു ആ എൻറ്റിറ്റിക്ക് നല്ലൊരു കവറേജ് ഉണ്ട്. ഇതിനകത്ത് നല്ല രീതിയിൽ ആ ഒരു എൻറ്റിറ്റിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ള ഇതില് ആ രീതിയിൽ എൻറ്റിറ്റി വൈസ് ഗൂഗിള് ഈ പേജിലെ കണ്ടന്റുകൾ നന്നായി പഠിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഈ പറയുന്ന ടോപ്പിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എൻറ്റിറ്റി മനസ്സിലായി. ഇപ്പൊ നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന്റെ പേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേജ്, അതിനകത്ത്
ആ ടോപ്പിക് വൈസ് അപ്പോഴും വേറെ കാര്യങ്ങൾ ഗൂഗിൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എൻറ്റിറ്റി പറഞ്ഞു കൊടുക്കൂല. എൻറ്റിറ്റി ഇതിന്റെ മറ്റേ എൻറ്റിറ്റി വൈസ് കവറേജ് മാത്രം പിടിക്കാനായിട്ടാണ് യൂസ് ചെയ്യുക. പക്ഷെ ടോപ്പിക് റെലവൻസ് കണക്കാക്കാനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചെറിയൊരു കൺഫ്യൂഷൻ വരും. നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് വ്യക്തത ഇല്ലാതെ പോകുന്നത് ഇത് മനസ്സിലാക്കാൻ പറ്റാത്തതുണ്ട്. എൻറ്റിറ്റി വേറെ, ടോപ്പിക് വേറെ, കീവേഡ് വേറെ. ഇത് മൂന്നും വെവ്വേറെയാണെന്ന് മാത്രമല്ല, ഗൂഗിൾ അവന്റെ ഓരോ അൽഗോരിതമും ഓരോ സംഭവങ്ങളും പ്രവർത്തിക്കുന്നത് വെവ്വേറെ രീതിയിലാണ്. എൻറ്റിറ്റിയുടെ സൈഡിൽ നമുക്ക് കണക്കാക്കേണ്ട കാര്യങ്ങളുണ്ട്, അത് എൻറ്റിറ്റിയിൽ പോട്ടെ. ടോപ്പിക്കിന് വരുമ്പോൾ ടോപ്പിക്കിന്റെ കേസിൽ വേറെ കേസുകളാണ്. അപ്പൊ ഗൂഗിളിന്റെ പേറ്റന്റുകളും മറ്റും വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾ അവിടെ എവിടെയെങ്കിലും ടോപ്പിക് എന്നാണ് കാണുന്നത്, അല്ലാതെ എൻറ്റിറ്റി അല്ല. അവിടെ പറയുന്നത് ടോപ്പിക്കിനെ കുറിച്ചാണ്. ക്വറി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഗൂഗിൾ ഉദ്ദേശിക്കുന്നത് കീവേഡിനെ കുറിച്ചാണ്. എൻറ്റിറ്റിനെ കുറിച്ച് ഗൂഗിൾ പറയാ എൻറ്റിറ്റി എന്ന് തന്നെയായിരിക്കും. അപ്പം നിങ്ങൾ അത് വെച്ചിട്ട് വേണം നിങ്ങൾ ഓരോ സംഭവം കാൽക്കുലേറ്റ് ചെയ്യാൻ. നമ്മൾ ടോപ്പിക്കൽ അതോറിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ കളിക്കുന്നത് ടോപ്പിക്കിലാണ്, എൻറ്റിറ്റിയുമല്ല. പക്ഷെ ടോപ്പിക്കൽ അതോറിറ്റി നമ്മൾ എഴുതിയ കണ്ടന്റിനെ മനസ്സിലാക്കാനും പരസ്പരമുള്ള ബന്ധങ്ങളും സിമാന്റിക് ബന്ധവും എല്ലാം ഗൂഗിളിനെ മനസ്സിലാക്കാൻ ഗൂഗിളിന് എൻറ്റിറ്റി കൂടി ആവശ്യമുണ്ട്, എൻറ്റിറ്റിയും ആവശ്യമുണ്ട്. ഗൂഗിളിന്റെ സൈഡിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങനെ മനസ്സിലാക്കും ടോപ്പിക്. ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുക എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ എന്റെ വെബ്സൈറ്റ് അതോറിറ്റി ഉണ്ടാകുന്നത് ഞാൻ 30 പേജിൽ ഇരുന്നിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ പഠിക്കാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീ ആയിട്ട് പഠിക്കാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺലൈൻ പഠിക്കാം, നിങ്ങൾക്ക് എങ്ങനെ വീട്ടിലിരുന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം, ഇങ്ങനത്തെ 100 ആർട്ടിക്കിൾ എഴുതുന്നത് മാത്രമല്ല. ഗൂഗിൾ നോക്കും, ശരി അവൻ ടോപ്പിക് വൈസ് കുറെ എഴുതി കൂട്ടിയുണ്ട്, പക്ഷേ ഇതിന്റെ ഒരു എൻറ്റിറ്റി കവറേജ് കുറവാ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എവിടെ SEO പഠിക്കുന്നതിനെ കുറിച്ച്, എവിടെ സോഷ്യൽ മീഡിയ പഠിക്കുന്നതിനെ കുറിച്ച് പറയുന്നില്ല, ഫേസ്ബുക്ക് പഠിക്കുന്നതിനെ കുറിച്ച് പറയുന്നില്ല, അത് പഠിക്കുന്നതിനെ കുറിച്ച് പറയുന്നില്ലല്ലോ. അതാണ് ഇതെല്ലാം ചേരണം. ആ ഒരു എൻറ്റിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ കവറേജ് കൂടണം. എന്നാലോ നമ്മൾ ഇതെല്ലാം കൊണ്ടുവന്ന് പോലും ആ ടോപ്പിക്കിൽ സ്റ്റിക്ക് ചെയ്യണം. ആ ടോപ്പിക്കിൽ ഉണ്ടാവുകയും വേണം. ആ ടോപ്പിക്കിനുള്ളിൽ നമ്മുടെ എൻറ്റിറ്റികളുടെ കവറേജ് കൂടുതൽ കൊണ്ടുവരികയും ചെയ്യണം. അത് ഗോയിങ് ഫോർവേഡ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നീടുള്ള ക്ലാസ്സുകളിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, എങ്ങനെയാണ് അത് നമ്മുടെ കണ്ടന്റിലേക്ക് ഇതിന് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത്. ഈ 3 നിങ്ങൾക്ക് ക്ലിയർ ആണ്. എൻറ്റിറ്റി എന്താന്നുള്ളത്, കീവേഡ് എന്താന്നുള്ളതും ടോപ്പിക് എന്താന്നുള്ളതും ക്ലിയർ ആയൊരു കൈവെക്കാവോ? കുറച്ച് വെള്ളം കുടിക്കിട്ടായിരിക്കും. എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാമോ? എൻറ്റിറ്റി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ മനസ്സിലായില്ല. എൻറ്റിറ്റിയിലല്ലേ? യെസ്, എൻറ്റിറ്റിയുടെ ഒരു വീഡിയോ ഉണ്ടാവട്ടെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ. മുമ്പത്തെ ഒരു ക്ലാസ്സിന്റെ വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. കാരണം എൻറ്റിറ്റിനെ കുറിച്ച് മാത്രം പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അതായത് നമ്മൾ ചില കാര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടാണ്, നമ്മൾ ചില കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ലേൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ഞാൻ സെർച്ച് ചെയ്യും. അതൊരു സാധാരണ പൊറി മാത്രമാണ് ഗൂഗിളിന്റെ മുമ്പിൽ. ഓക്കെ, അതൊരു എൻറ്റിറ്റി ഒന്നുമില്ല, കീവേഡ് മാത്രമാണ്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് മാത്രം കൊടുക്കണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ SEO എന്ന് മാത്രം കൊടുത്തു നോക്കി, അല്ലെങ്കിൽ എലോൺ മസ്ക് എന്ന് കൊടുത്തു നോക്കി, അല്ലെങ്കിൽ കേരള എന്ന് സെർച്ച് ചെയ്ത് നോക്കി. ഈ സമയത്ത് ഗൂഗിളിന്റെ സെർച്ച് റിസൾട്ടിൽ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗൂഗിള് കുറെ കൂടി റൈറ്റ് സൈഡിൽ പറ്റില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സെർച്ച് ചെയ്തോ കാണാൻ പറ്റും. ആ റൈറ്റ് സൈഡിൽ ഒരു പാനലില് കറക്റ്റ് അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ തരാൻ തുടങ്ങും. കേരളം എന്ന് സെർച്ച് ചെയ്താൽ കേരളത്തെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഉണ്ടാവും. കേരളത്തിനെ കുറിച്ച് മോസ്റ്റ്ലി വിക്കിപീഡിയനോ ഇവിടെ നിന്നുള്ള ഒരു കേരളത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഉണ്ടാവും. കേരളത്തിന്റെ കുറെ പടങ്ങൾ ഉണ്ടാവും, കേരളത്തിന്റെ കുറെ വീഡിയോസ് ചിലപ്പോൾ ഉണ്ടാവും. കേരളത്തിനെ കുറിച്ചിട്ടുള്ള ചില ഫാക്ടുകൾ, ചില എന്താ പറയുക ആട്രിബ്യൂട്ട്സും വാല്യൂസ് ഒക്കെ കറക്റ്റ് ആയിട്ട് മോളിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കാണുന്ന ആ സംഭവത്തിനാണ് നോളജ് പാനൽ എന്ന് പറയുന്നത്. നോളജ് പാനൽ ഇങ്ങനെ ഗൂഗിൾ കാണിക്കുന്നത്. നോളജ് പാനൽ കാണിക്കുന്നത് നോളജ് ഗ്രാഫിൽ നിന്നാണ് ഈ നോളജ് പാനൽ കാണിക്കുന്നത്. അതായത് നോളജ് ഗ്രാഫ് ഞാൻ നേരത്തെ പറഞ്ഞു, എൻറ്റിറ്റികളെ കുറിച്ച് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാബേസ് അത്ര വിചാരിച്ചാൽ മതി. അതാണ് നോളജ് ഗ്രാഫ് എന്ന ഡാറ്റാബേസ്. അപ്പൊ എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ഥലമാകാം, വ്യക്തികളാകാം, കമ്പനി ആകാം, ആശയമാകാം, എന്ത് വേണേലും ആകാം. പക്ഷേ അത് ഗൂഗിളിന്റെ മുമ്പിൽ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. ഒരു സംശയം ഇത് മറ്റൊന്നല്ല, ഇത് തന്നെയാണെന്ന് ഗൂഗിളിന് അറിയണം. അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള അങ്ങനത്തെ തിങ്സുകളെയാണ് ഗൂഗിളിന്റെ മുമ്പിൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഷാം കേസ് എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തോ, ഗൂഗിളിന്റെ മുമ്പിൽ ഒരു എൻറ്റിറ്റിയേ അല്ല. ഇത് ആരാണ് എന്താണ് ഒന്നും അറിയില്ല. ഏതോ ഷാം കേസ്, കുറെ ഷാം കേസുകളുണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു നോളജ് ഗ്രാഫും നോളജ് പാനലും കാണിക്കാൻ പോകുന്നില്ല, എന്നെ കുറിച്ചുള്ള യാതൊരു ഇൻഫർമേഷൻ കാണിക്കുന്നുണ്ട്, സെർച്ച് റിസൾട്ട് കാണിക്കും. പക്ഷെ ഇതേ സ്ഥലത്ത് നിങ്ങൾ എലോൺ മസ്കെന്നോ അംബാനിന്നോ അങ്ങനെ എന്തായാലും ഫേമസ് ആയ ഒരു സെലിബ്രിറ്റിയുടെ പേരടിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കില്ല അവസ്ഥ. നേരെ അയാളുടെ പടങ്ങളും അയാളെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനും ഇത് കാണിക്കും. കാരണം എന്താ, അയാൾ ഒരു എൻറ്റിറ്റിയാണ്. മനസ്സിലായോ? അങ്ങനെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മളെ ചില സ്ഥാപനങ്ങൾ നമ്മൾ ചെയ്യും,
അപ്പോ നോളജ് ഗ്രാഫ് എക്സാക്ട് ഡാറ്റാബേസിലല്ല പോലും നമ്മൾ ഗൂഗിൾ ബിസിനസ് ലിസ്റ്റിംഗിൽ ആഡ് ചെയ്തുകൊണ്ട് ഗൂഗിളിന് അതൊരു എൻറ്റിറ്റി തന്നെയാണ്. കാരണം ഗൂഗിൾ ബിസിനസ് ലിസ്റ്റിംഗിലെ ഡാറ്റ കൂടി ഗൂഗിൾ അവിടെ കാണിക്കുന്നുണ്ട്. അതൊരു പാനൽ പോലെ തന്നെ ഗൂഗിൾ കാണിക്കും. ഒരു കമ്പനിയുടെ പേര് അടിച്ചു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഗൂഗിൾ ബിസിനസ് ലിസ്റ്റിംഗിലെ ഡാറ്റ കാണിക്കുന്നുണ്ടല്ലോ. അത് നോളജ് പാനൽ തന്നെയാണ്. പക്ഷേ എക്സാക്ട്ലി നോളജ് ഗ്രാഫിൽ നിന്ന് അല്ലെങ്കിൽ പോലും അത് കാണിക്കുന്നുണ്ട്. നോളജ് ഗ്രാഫിലെ ഡാറ്റയും ഇത് നമ്മൾ ചെറിയ ഡിഫറൻസ് ഉണ്ട്, എന്നാലും അത് നോളജ് പാനലിൽ തന്നെയാണ്. അപ്പോൾ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഗൂഗിളിന് മുമ്പിൽ വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള തീം, മനസ്സിലായി. അതൊരു കീവേഡ് ഒന്നും അല്ല, അതൊരു ടോപ്പിക്കും അല്ല. വളരെ എക്സാക്ട് ആയിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ ഐറ്റം അടിച്ചാൽ പോലും അത് ഇന്നതാണ് എന്ന് ഗൂഗിളിന് അറിയാം. ഇപ്പോ എന്താണ് പറഞ്ഞാൽ ഇപ്പൊ ഒരു കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ് അടിച്ചതിന് ഗൂഗിളിന് അറിയാം ഇത് റിലയൻസ് ഇൻഡസ്ട്രീസ് ഏതാണ് കമ്പനി എന്നൊക്കെ കാണിച്ച് അതിന്റെ ഫൗണ്ടർ ഏതാണെന്നും തുടങ്ങിയ വർഷം തുടങ്ങിയ ടേൺ ഓവർ തുടങ്ങിയിട്ട് മൊത്തം ഡീറ്റെയിൽ നിങ്ങൾക്ക് ഗൂഗിൾ ആ നോളജ് പാനലിൽ കാണിച്ചു. അതാണ് അങ്ങനെ കാണിക്കുന്ന അത്തരം എൻറ്റിറ്റി ഗൂഗിളിന് മനസ്സിലായിട്ടുള്ള സ്പെസിഫിക് ഐറ്റങ്ങളാണ് എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. മുമ്പത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ എങ്കിൽ അപ്പൊ കുറച്ചും കൂടി ഒന്ന് ക്ലാരിറ്റി വരും. എൻറ്റിറ്റി എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കി വെച്ചോ. കാരണം മുമ്പോട്ടുള്ള ഇതിനകത്ത് എസ്പെഷ്യലി AI ബേസ്ഡ് ഇതിലേക്കൊക്കെ നമ്മൾ മാറണം, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. അവിടെയൊക്കെ എൻറ്റിറ്റികളും ടോപ്പിക്കുകളും കീവേഡുകൾ ഇതിലെല്ലാം ഓട്ടോമാറ്റിക്കലി വന്ന് പോയിക്കോളും. നമ്മളല്ലാതെ പ്രത്യേകമായിട്ട് പരിഗണന കൊടുക്കേണ്ട. നമ്മൾ ടോപ്പിക് പറയുമ്പോൾ അവിടെ കീവേഡ് ഉണ്ടാവും, മനസ്സിലായി. കീവേഡുകൾ ഇല്ലാതെ ഇതൊന്നും ഇല്ല. ഇതൊക്കെ ടോപ്പിക്കിന്റെ ഫൗണ്ടേഷൻസ് എന്ന് പറഞ്ഞാൽ കുറെ കീവേഡ്സുകളാണ്. അപ്പൊ അതൊക്കെ ഇനി അങ്ങോട്ടേക്ക് വളരെ അത്യാവശ്യമാണ്. ഞാൻ എന്തായാലും സ്ക്രീൻ ഷെയർ ചെയ്യും. എല്ലാവർക്കും കാണാവോ? കാണാം. കാണാം. ജസ്റ്റ് ഞാനൊരു PPT വെറുതെ ഒരു ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്താണ് അല്ലെ, ഇതൊന്ന് കാണിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട്. ഗാമയിലാണ്, ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കയറി പറ്റണ്ടെന്ന് അറിയില്ല. ഞാൻ വേറെ ഒരെണ്ണം ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇതിനകത്തുള്ള കാണാൻ ഭംഗിയില്ലാത്തത് കൊണ്ട് ഞാനത് ഗാമയിലേക്കൊന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഗാമയിലേക്ക് അപ്ലോഡ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയ PDF ഗാമ അറിയാതിരിക്കുമല്ലോ നിങ്ങൾക്ക് പലരിക്കും. ഈ ഗാമ നല്ലൊരു ആപ്പാണ്, നമുക്ക് ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് നല്ല നല്ല PPTകളൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇത് ഗാമ. ഇതിനകത്ത് അവൻ വല്ല മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടാകുന്ന എനിക്ക് നോക്കാനായിട്ട് സമയം കിട്ടിയിട്ടില്ല. നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ, എവല്യൂഷൻ ഓഫ് സെർച്ച് ഫ്രം കീവേഡ്സ് ടു എൻറ്റിറ്റീസ്. ഓക്കെ, ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഷിഫ്റ്റ് ടു എൻറ്റിറ്റി ബേസ്ഡ് സെർച്ച്. ആദ്യം കീവേഡ്സ് എന്നുള്ളതായിരുന്നു. സ്പെസിഫിക് വേർഡ്സ് ഓർ ഫ്രേസസ് യൂസർ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് എഞ്ചിൻസിൽ ടൈപ്പ് ചെയ്യുന്ന ആ സ്പെസിഫിക് ആയിട്ടുള്ള വേർഡ്സ്, അതൊക്കെയാണ് കീവേഡ്സ് എന്ന് പറഞ്ഞത്. ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രോഡർ കൺസെപ്റ്റ് ആണ്. ദാറ്റ് ഗ്രൂപ്പ് റിലേറ്റ്സ് കീവേഡ്സ് ടു കുറെ അധികം. കാരണം ആ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ചിട്ടേ കുറെ അധികം കീവേഡ്സ് ആണ്. എക്സാക്ട്ലി ഒരു കീവേഡ് ഒന്നും ആയിരിക്കില്ല. ഇപ്പൊ നമ്മൾക്ക് പറയണമെങ്കിൽ ടാക്സ് കൺസൾട്ടന്റ് ഇൻ ദുബായ് എന്ന് പറയുന്ന ഒരാൾ അങ്ങനെ സെർച്ച് ചെയ്യും. പക്ഷെ വേറെ വേറെ രീതിയിലായിരിക്കില്ലേ സെർച്ച് ചെയ്യുന്നത്. ബെസ്റ്റ് ടാക്സ് കൺസൾട്ടന്റ് ഇൻ ദുബായ് എന്നായിരിക്കും, അല്ലെങ്കിൽ ടാക്സ് പ്രൊഫഷണൽ ടാക്സ് കൺസൾട്ടേഷൻ സർവീസ് എന്നായിരിക്കും. അതായത് അവിടെ ഡൂയിങ് ബിസിനസ് എന്ന ഒരു ഇതുണ്ട്, അത് ടാക്സ് കൺസൾട്ടന്റ് എന്ന ടോപ്പിക് ഉണ്ട്. ഇതിൽ ഏത് ടോപ്പിക്കാണ് നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടി എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ആ വെബ്സൈറ്റിന് നമ്മുടെ ബിസിനസ്സിനും മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട് ടോപ്പിക്. കാരണം ഈ ടോപ്പിക്കുകൾ ഏതാണെന്ന് മനസ്സിലായിട്ട് വേണം ഗോയിങ് ഫോർവേഡ് നിങ്ങൾ പഠിക്കും. നമുക്ക് ടോപ്പിക്കൽ ക്ലസ്റ്റേഴ്സ് ഉണ്ടാക്കേണ്ടതുണ്ട്, ടോപ്പിക്കൽ അതോറിറ്റി ഉണ്ടാക്കേണ്ടതുണ്ട്. ക്ലസ്റ്റേഴ്സ് ആൻഡ് അതോറിറ്റി ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ. അപ്പൊ ആ ഒരു ഇതൊക്കെ എന്തിനാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചില വെബ്സൈറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം ഇഷ്ടം പോലെ ട്രാഫിക് അതിനകത്തോട്ട് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടാവും. പക്ഷെ അവർക്ക് ഒരു വിധത്തിലുള്ള കൺവേർഷനും ഇല്ലാത്ത സൈറ്റുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ടോപ്പിക്കിന്റെ പ്രശ്നമാണ്. കാരണം നമ്മൾ എന്താ പറഞ്ഞ ഇപ്പൊ ഇതുണ്ടല്ലോ, ദുബായിലെ ഒരു ഇതിനെ കുറിച്ച് പറയുമ്പോൾ ടാക്സ് ഡൂയിങ് ബിസിനസ് ഇൻ ദുബായ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ എഴുതാൻ തുടങ്ങുന്നിടത്ത് എന്റെ ഓഡിയൻസ് അലൈൻഡ് ആണ്, കറക്റ്റ് ആണ്. ഡൂയിങ് ബിസിനസ് ഇൻ ദുബായ്. അപ്പൊ ദുബായില് ബിസിനസ് ചെയ്യുന്നവരോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് എഴുതുന്നത്. നേരെ മറിച്ച് ഏറ്റവും ഇതായിട്ടുള്ള റോങ് ആയിട്ടുള്ള അവിടുത്തെ എൻറ്റിറ്റി ഏതാണെന്നറിയോ? ദുബായ് എന്നുള്ളത് അവിടുത്തെ റോങ് എൻറ്റിറ്റിയാണ്. ചിലപ്പോ ചില ആൾക്കാർ പറ്റും ദുബായ് എന്നുള്ളതിനെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ എഴുതാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ എഴുതാൻ തുടങ്ങി എന്ന് വിചാരിച്ചോ. ഇതിന്റെ ഒരു ടോപ്പിക്കൽ ഇത് അതോറിറ്റി വേറെ രീതിയിലേക്ക് മാറും. ദുബായ് എന്നുള്ളത് ഞാനിപ്പോ അവിടുത്തെ ടൂറിസത്തെ കുറിച്ച് പറയുന്നു, ദുബായിൽ വരുമ്പോ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളെ കുറിച്ച് പറയുന്നു, ദുബായിലെ വേറെ കുറെ കാര്യങ്ങൾ പറയുന്നു. തെറ്റൊന്നുമില്ല, ദുബായിനെ കുറിച്ച് പറയല്ലേ, ദുബായ് എന്ന എൻറ്റിറ്റി അല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ടോപ്പിക് മാറിപ്പോയി. വേറെ ദുബായ് എന്നുള്ള ലൊക്കേഷനെ കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ടൂറിസത്തിനെ കുറിച്ച് പറയുന്ന ഒരു ടോപ്പിക് ആയിപ്പോയി എന്നറിയില്ല. അപ്പൊ ഡൂയിങ് ബിസിനസ് എന്നുള്ളതും മറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അവിടെ വരുന്ന ഓഡിയൻസ് നമുക്ക് കൺവേർട്ട് ആവണമെന്നില്ല.
എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ടോപ്പിക്കുകളൊന്നും ഒഴിവാക്കണം എന്നല്ല കേട്ടോ. നമ്മൾക്ക് എഴുതണം, പക്ഷെ ഏറ്റവും ഹൈലി നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നമ്മളുടെ മേജർ ഓഡിയൻസ്, നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഓഡിയൻസിനെ മനസ്സിലാക്കിയിട്ട് അവരുടെ ആ ഒരു ഇന്റന്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ടോപ്പിക്കുകൾ നമ്മൾ തീരുമാനിക്കാം. ഒരു വെബ്സൈറ്റിന് ഒന്നിലധികം ടോപ്പിക്കുകളാവാം. അപ്പൊ ആ ടോപ്പിക്കുകൾ നമ്മൾ തീരുമാനിച്ച് മെയിൻ ടോപ്പിക്കുകൾ അതിനകത്താണ്, എന്നിട്ട് നമ്മൾ ആ ടോപ്പിക്കുകളുടെ അടിയിലാണ് നമ്മൾ സാധാരണ പറയാറുള്ള അതിന്റെ ഉള്ളിൽ വരുന്ന എന്തെല്ലാം സെർച്ചസ് ഉണ്ട്, കീവേഡ് സെർച്ചും മറ്റൊക്കെ നടത്തി അവിടെയാണ് നമ്മുടെ ഗെയിൻ ഇത് പ്ലാൻ ചെയ്യുന്നത്. എന്തൊക്കെ നമ്മൾ എഴുതണം, എന്തൊക്കെ ബ്ലോഗുകൾ എഴുതണം എന്നൊക്കെ ഓരോ ടോപ്പിക്കുകളും അതിന്റെ ക്ലസ്റ്റേഴ്സും ഉണ്ടാക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. അത് നമുക്ക് പിന്നീട് വിശദമായിട്ട് നോക്കാം. പിന്നെ എന്റിറ്റീസ്, സ്പെസിഫിക് വെൽ ഡിഫൈൻഡ് തിങ്സ്, പ്ലേസസ്, പീപ്പിൾ ഓർ കൺസെപ്റ്റ് റെക്കഗ്നൈസ്ഡ് ബൈ സെർച്ച് എഞ്ചിൻസ്. അതാണ് എന്റിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയുണ്ടോ, ഞാനത് ഒന്ന് സ്ലൈഡ് ആക്കുന്നേ ഉള്ളൂ. അണ്ടർസ്റ്റാൻഡിങ് കീവേഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എവിടെയൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റാ ടാഗ്സുകളിൽ യൂസ് ചെയ്യാം, URL, ഹെഡിങ്ങില്, കണ്ടന്റില്, ഇമേജിന്റെ ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ്, അതേപോലെ തന്നെ ലിങ്കുകളുടെ ആങ്കർ ടെക്സ്റ്റ്, ഇവിടെയൊക്കെ നമുക്കത് യൂസ് ചെയ്യാം കീവേഡ്സുകൾ. ലിമിറ്റേഷൻ എന്താണ്, അതിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഫിങ്, അതൊക്കെ നമ്മുടെ റാങ്കിങ്ങിനെ ഭയങ്കരമായിട്ട് ബാധിക്കും, യൂസർ എക്സ്പീരിയൻസിനെ ബാധിക്കും. അങ്ങനെ ചുമ്മാ കീവേഡ്സുകൾ ഉപയോഗിച്ചിട്ട് മാത്രം റാങ്ക് ചെയ്യുന്ന കാലഘട്ടമൊക്കെ പോയി. എന്തായാലും കീവേഡിന് ഒരു സാമ്പിൾ ഇട്ടിട്ടുണ്ട്. ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് അണ്ടർ 20K. ഈ ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് അണ്ടർ 20K 20,000 രൂപയിൽ താഴെ ഉള്ള മൊബൈൽ ഫോൺസ്. ഓക്കെ, അതൊരു നല്ലൊരു കീവേഡാണ്. ആർക്കെങ്കിലും പറയാമോ ടോപ്പിക്, അത് ഏത് ടോപ്പിക്കിന്റെ അടിയിൽ കൊണ്ടുവരാൻ പറ്റും? ആ കീവേഡിന് പല പോസിബിലിറ്റീസ് ഉണ്ടല്ലോ. ഒരു കീവേഡ് ഒരു ടോപ്പിക്കിന്റെ അടിയിൽ നിന്നല്ല, മൾട്ടിപ്പിൾ ടോപ്പിക്സ് നമുക്ക് പ്ലാൻ ചെയ്യാം. നിങ്ങൾക്ക് എന്നാലും പറയാൻ പറ്റുമോ അതിന് പറ്റിയ ഒരു ടോപ്പിക്? അത് ഏത് ടോപ്പിക്കിന്റെ അടിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും? ബഡ്ജറ്റ് ഫോൺ. ആർക്ക്? മൊബൈൽ ഫോൺ. തെറ്റില്ല, മൊബൈൽ ഫോൺ ഒരു ബ്രോഡർ ടോപ്പിക്കാണ്, വലിയ ടോപ്പിക്കായി ബ്രോഡർ ടോപ്പിക്കാണ് മൊബൈൽ ഫോൺ. തെറ്റില്ല, കറക്റ്റാണ്. പക്ഷെ എന്നാലും ആ ഇന്ത്യന്റെ കുറെ മൊബൈൽ ഫോൺ റിപ്പയറിംഗ് ഉണ്ട്, മൊബൈൽ ഫോൺ ഇതുണ്ട്, പലതുണ്ട്. ഇതിനോട് വളരെ അലൈൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക് പറയുമോ? ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ. കറക്റ്റ്. ആരാ പറഞ്ഞ അഭിമന്യു? കറക്റ്റ് ആണ്, വളരെ കറക്റ്റാണ്. ബഡ്ജറ്റ്, അതായത് ഒരു ബഡ്ജറ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള മൊബൈൽ ബൈങ്. അങ്ങനെ ആലോചിക്ക്, ബഡ്ജറ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ ബൈങ് എന്ന ടോപ്പിക് ആലോചിക്കുക. ഈ ടോപ്പിക് ആലോചിച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നില്ലേ എത്ര ആർട്ടിക്കിൾസ് എഴുതാൻ പറ്റും അതിനുള്ളിൽ? നിങ്ങൾക്ക് പല രീതിയിലെ ആർട്ടിക്കിൾസ് പ്ലാനിങ്ങിൽ മൈൻഡിലേക്ക് കയറി വരുന്നില്ലേ? 20,000 രൂപയിൽ താഴെയുള്ള മൊബൈൽ ഫോൺ, അതൊരു 30,000 രൂപയിൽ താഴെയുള്ള മൊബൈൽ ഫോൺ, അതാകാം സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട് 10,000 രൂപയിൽ താഴെയുള്ള മൊബൈൽ ഫോൺ, അങ്ങനെയാകാം ട്രാവലേഴ്സ് വ്ളോഗിങ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല ക്യാമറ ക്വാളിറ്റി ഉള്ള ഒരു 25,000 രൂപയിൽ താഴെ നിൽക്കുന്ന മൊബൈൽ ഫോൺസ്, അങ്ങനെയൊക്കെ ആകാം. പല വിധത്തിലുള്ള ഐഡിയാസ് വരുന്നില്ലേ? ടോപ്പിക് സെയിം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല, ബഡ്ജറ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള മൊബൈൽ ബൈ, അതാണ് ഇതിനോട് കുറച്ചുകൂടി അലൈൻഡ് ആയിട്ടുള്ള ടോപ്പിക്. അതിന്റെ മുകളിൽ വരുന്ന ടോപ്പിക് എന്തായിരിക്കും? മൊബൈൽ ഫോൺ ബൈ, മൊബൈൽ ഫോൺ മേടിക്കുക എന്ന ടോപ്പിക് അതിന് മുകളിൽ വരും. അതിന് മുകളിൽ എന്ത് വരും? മൊബൈൽ ഫോൺ. പിടുത്തം കിട്ടുന്നുണ്ടോ? ഇതൊക്കെ ടോപ്പിക്കാ. മൊബൈൽ ഫോൺ ടോപ്പിക്കാ, മൊബൈൽ ഫോൺ ബൈ ചെയ്യുക ടോപ്പിക്കാ, ബഡ്ജറ്റ് ഫോക്കസ്ഡ് ആയിട്ട് മൊബൈൽ ഫോൺ ബൈ ചെയ്യുക അതും ടോപ്പിക്കാ. ഇതിനകത്ത് എല്ലാത്തിനും വരുന്ന കീവേഡ്സുകൾ വ്യത്യാസമായിരിക്കും. ഇനി നിങ്ങളൊന്ന് റിവേഴ്സ് ആയിട്ടൊന്ന് ആലോചിക്കുക, റാങ്ക് ചെയ്യാൻ ഏതായിരിക്കും എളുപ്പം? ഏതിലായിരിക്കും നമുക്ക് ടോപ്പിക്കിൽ അതോറിറ്റി ഉണ്ടാക്കാനായിട്ട് എളുപ്പം? ഈ താഴെയുള്ള നമ്മുടെ ഏറ്റവും അലൈൻഡ് ആയിട്ട് കിടക്കുന്ന സംഭവം അല്ലേ മൊബൈൽ ഫോൺ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൊബൈൽ ഫോൺസ് എന്നുള്ളതിലായിരിക്കും നമുക്ക് കുറച്ചുകൂടി എളുപ്പം. മൊബൈൽ ഫോൺ ബൈ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. മൊബൈൽ ഫോൺ മാത്രം അതിനകത്ത് ടോപ്പിക്കിൽ അതോറിറ്റി ആവാൻ ഇതിന്റെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയ നമ്മുടെ ആ ഒരു ഇന്ത്യന്റെ അനുസരിച്ച് ടോപ്പിക്കിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ആ ടോപ്പിക്കിനെ നമുക്ക് പല വിധത്തിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് തന്നെ മൊബൈൽ ഫോൺ ബൈ എന്ന ടോപ്പിക് എടുക്കാൻ പറ്റും, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടോപ്പിക്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൊബൈൽ ബൈ എടുക്കാം. ഇനി മൊബൈൽ ബൈ എന്നുള്ളത് തന്നെ ഞാൻ ഒന്നുകൂടിയും വ്യത്യസ്തമായിട്ട് ആലോചിച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൊബൈൽ ബൈ, പിന്നെ ലക്ഷറി ഫോൺ മൊബൈൽ ബൈ, അങ്ങനെ ആ മൊബൈൽ ബൈയിൽ തന്നെ എനിക്ക് 10-15 ടോപ്പിക്കുകൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അതിനാണ് നമ്മൾ ഇത്രയധികം റിസർച്ച് ഒക്കെ നടത്തുന്നത്. അല്ലാതെ നമ്മളിന്ന് കീവേഡുകൾ ഓരോരോ ആർട്ടിക്കിൾസ് എടുത്തത് നമ്മളിങ്ങനെ ഡിഫറെന്റ് ടോപ്പിക്കുകൾ നമ്മളായിട്ട് അലൈൻഡ് ആയിട്ട് നിൽക്കുന്ന ഡിഫറെന്റ് ടോപ്പിക്കുകൾ കണ്ടുപിടിച്ചിട്ട് ആ ടോപ്പിക്കിന്റെ അടിയിൽ ലോങ് ടൈൽ കീവേഡ്സ് എന്നുള്ള പഴയ കൺസെപ്റ്റ് ഇല്ലേ, അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ ടോപ്പിക്കിൽ ടോപ്പിക്കിന്റെ ഉള്ളിൽ നമ്മൾ കൊണ്ടുവരേണ്ട. ലോങ് ടൈൽ കീവേഡ്സ് ഉപയോഗിക്കണം എന്ന് ഞാൻ പറയണതിന്റെ മെയിൻ കാരണം എന്താണെന്ന് അറിയുമോ? പണ്ടത്തെ റാങ്ക് ചെയ്യാൻ എളുപ്പം എന്നുള്ളത് മാത്രമല്ല, റാങ്ക് ചെയ്യാൻ എളുപ്പമുണ്ട്, അത് മറ്റൊരു കേസ്. റാങ്ക് ചെയ്യാൻ എളുപ്പം പോട്ട്, നിങ്ങൾ നേരെ മറിച്ച് യൂസറെ കുറിച്ച് ആലോചിക്കും. ലോങ് ടൈൽ കീവേഡിന്റെ അത്ര ഹൈ ഇന്റന്റ് ഉള്ള മറ്റൊരു കീവേഡ് ഉണ്ടോ? ലോങ് ടൈൽ കീവേഡ് എന്ന് പറഞ്ഞാൽ യൂസറിന്റെ ഇന്റന്റ് ഏറ്റവും മാക്സിമം എക്സ്പ്രസ് ചെയ്തിട്ടുള്ളതാണ് ഒരു ലോങ് ടൈൽ കീവേഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ബിസിനസ്സിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സെർച്ചാണ് നടക്കുന്നത്.
ലോങ് ടൈൽ കീവേഡ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്, അതായത് ഗൂഗിളിനെ പറ്റിച്ച് പെട്ടെന്ന് റാങ്ക് ചെയ്യാന്നുള്ളതല്ല. ലോങ് ടൈൽ കീവേഡിന്റെ അത്രയും ബിസിനസ് മേക്കിംഗ് അത്രയും ഹൈലി ഇന്റന്റ് ആയിട്ടുള്ള മറ്റൊരു സെർച്ച് ഇല്ല. ഇനി ഈ സെർച്ചുകൾ നിങ്ങൾക്കറിയില്ലേ, എയിൽ വന്നു വരുമ്പോ എങ്ങനെ ഉണ്ടാവും സെർച്ച്? നമ്മളൊരു ജസ്റ്റ് ഒരു സിംഗിൾ വേർഡാണ് എയിൽ സെർച്ച് ചെയ്യുന്നത്. എയിൽ നമുക്കൊരു 300 വേർഡ്സിന്റെ ഒരു ആൻസർ കിട്ടാനായിട്ട് നമ്മൾ 2000 വേർഡ്സ് വരെ കൊടുത്ത് സെർച്ച് ചെയ്യുന്ന കാലം. എനിക്ക് വേണ്ടത് അങ്ങനെയാണ്, എന്റെ സിനാരി ഇതാണ്, എനിക്ക് ഇത് വേണം, എനിക്ക് അങ്ങനെ വേണം, ഈ ആൻസർ ചിലപ്പോൾ ഇങ്ങനെ കൂടി ഉണ്ടാവും നോക്കണം, അതും കൂടി വേണം, ഇങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ എയിൽ സെർച്ച് ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ സെർച്ചാണ്, മറ്റു ചെറിയ സെർച്ചുകളൊക്കെ പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ കുറെ അധികം കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഈ AI ആണെങ്കിലും ഈ ഗൂഗിൾ ആണെങ്കിലും അവൻ ക്രിയേറ്റ് ചെയ്യുന്ന കുറെ ടോപ്പിക്കുകൾ ഉണ്ട്. അതിൽ നിന്ന് അവന് മനസ്സിലാവുന്നുണ്ട് ആ ടോപ്പിക്കുകൾ. നമ്മൾ എത്ര കൊടുത്താലും അതിൽ നിന്ന് കുറെ ടോപ്പിക്കുകൾ അവനുണ്ടാകും. ഈ ടോപ്പിക്കുകളായിട്ട് ആ ഇന്റന്റ് വൈസ് ആ ടോപ്പിക്കിനോട് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് പിക്ക് ചെയ്യുന്നത് അവൻ. അപ്പൊ ഇനീഷ്യലി ആ ടോപ്പിക്കായിട്ട് റെലവെന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റുകൾ അവൻ പിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവനെ സഹായിക്കുന്നവനാണ് കീവേഡ്സ്. ആ കീവേഡ്സുകൾ കുറെ കീവേഡ്സുകൾ ചെയ്യുന്നതാണ് ഈ ടോപ്പിക്. അത് ഗൂഗിളിന് അറിയാം. ഒരാൾക്ക് ട്രെയിനിങ്ങിന് വരാം, മറ്റൊരാൾക്ക് കോഴ്സ്, ഇതൊക്കെ സിമാറ്റിക്കലി സെയിം ആണെന്നൊക്കെ അറിയാം. പക്ഷെ അവൻ ഇങ്ങനത്തെ സെറ്റ് ഓഫ് കീവേഡ്സുകൾ കുറെ അധികം സെലക്ട് ചെയ്തിട്ടാണ് അവൻ ഇതാക്കുന്നത്. ഇതേ സംഭവം തന്നെയാണ് നമ്മളുടെ കുറെയൊക്കെ ഒരു പരിധി വരെ നമ്മളുടെ AI ബേസ്ഡ് സെർച്ച് ഇതിനകത്തൊക്കെ ChatGPT അടക്കം കുറെയൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ അവന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കുമ്പോൾ അവൻ അവൻ സെർച്ച് എഞ്ചിൻസിന് അടുത്ത് നമുക്ക് വേണ്ടി 10-30 കാര്യങ്ങൾ അവൻ സെർച്ച് ചെയ്യുന്നുണ്ട്. എപ്പോഴെങ്കിലും ChatGPTയുടെ അടുത്തൊന്നും അല്ലെങ്കിൽ അവന്റെ അടുത്ത് തിരിച്ചൊന്നും ചോദിച്ചാൽ ഈ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ സെർച്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞിരുന്നു. അങ്ങനെ മനസ്സിലാക്കി എടുക്കുക കുറെയൊക്കെ. അപ്പൊ എന്തായാലും ഞാനിന്ന് ഈ ഒരു കുഞ്ഞു ടോപ്പിക്കാണ് അവിടുന്ന് ഞാൻ വേറെ അങ്ങോട്ടൊക്കെ അധികം മൂവ് ചെയ്തില്ല. ആ ഒരൊറ്റ ടോപ്പിക്കിൽ തന്നെ നിൽക്കാൻ വിചാരിച്ചിട്ടാണ്. കാരണം ഇത് ഫണ്ടമെന്റൽ ആണ്. SEOന്റെ ഫണ്ടമെന്റൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കീവേഡും ടോപ്പിക്കും എൻറ്റിറ്റി മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. ഈ മൂന്നും തമ്മിലുള്ള ഡിഫറൻസും മനസ്സിലായേ ഞാൻ പറയുന്നത് നിങ്ങളുടെ SEOന്റെ ഒരു 70-80% കഴിഞ്ഞേ ഞാൻ പറയുള്ളൂ. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ വേറെ കേട്ടോ. അത് നമ്മളെപ്പോഴും എവിടെയും പഠിക്കുന്ന പോലെ നമ്മുടെ എപ്പോഴും കുറെ ഒരു സൈറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്തുള്ള ബെസ്റ്റ് പ്രാക്ടീസസ് ഉണ്ട്. എപ്പോഴും നമ്മുടെ ഇനീഷ്യൽ ആയിട്ടുള്ള റീഡയറക്ഷനും റോബോട്ട്സും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതെന്തായാലും ഒരു വെബ്സൈറ്റ് സെറ്റ് ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, SEOന്റെ മസ്റ്റ് കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ ബാക്കി നമ്മൾ ഇതിന്റെ ഉള്ളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ എൻറ്റിറ്റിയും കീവേഡും ഇതും തമ്മിൽ ഈ ടോപ്പിക്കും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിരിക്കണം. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും ഗൂഗിളിന്റെ ആൽഗോരിതം ഇത് ഈസി ആയിട്ട് മനസ്സിലാകാത്തത്. ക്ലിയർ ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ? ഞാനെന്നാ ഇതിനകത്തോട്ടൊന്ന് പോട്ടെ. അപ്പൊ ഇതാണ് കീവേഡ്സ് എന്നുള്ളതിന്റെ ഒരു സാമ്പിൾ, ഒരു കീവേഡ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ബ്രോഡർ കൺസെപ്റ്റ് ഇതിനാണ് ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഇമ്പോർട്ടൻസ് പറയും ഗൂഗിൾ റാങ്ക്സ് ടോപ്പിക്കൽ റെലവൻസ് ഓവർ ഇൻഡിവിജ്വൽ കീവേഡ്സ്. ഇതാണ് ഗൂഗിൾ നോക്കുന്നത്. ഓരോ പേജിലെയും അതിന്റെ ടോപ്പിക്കൽ എത്രത്തോളം റെലവെന്റ് ആണെന്നാണ് ഗൂഗിൾ നോക്കാറ് കേട്ടോ. ആ കീവേഡ് എത്ര ആവശ്യം ഉണ്ടെന്നോ അങ്ങനത്തെ അതിൽ നിന്നൊക്കെ പോയി ടോപ്പിക്കൽ റെലവൻസ് ആണ് നോക്കുന്നത്. ഇത് ഇംപ്രൂവ് ടോപ്പിക്കൽ അതോറിറ്റി, മെത്തഡ് ഓഫ് എക്സ്പെർട്ട് വിത്ത് സ്പെസിഫിക് ഏരിയ, ബഡ്ജറ്റ് കണ്ടോ അതൊക്കെ. അത് ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ബൈയിങ് ഗൈഡ്, ഇതൊരു ടോപ്പിക്കാണ്. മനസ്സിലായോ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ടോപ്പിക്കാണത്. നമ്മൾ നേരത്തെ മൊബൈൽ ഫോൺ ബൈയിങ് അണ്ടർ 20K എന്ന് പറയുന്നത് അതൊക്കെ ഇതിന്റെ ഒരു ടോപ്പിക്കിന്റെ ഇടയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളറിയാം നോളജ് ഗ്രാഫ് ആൻഡ് NLP. ഗൂഗിൾ യൂസസ് ഇറ്റ്സ് നോളജ് ഗ്രാഫ് ആൻഡ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് ടു അണ്ടർസ്റ്റാൻഡ് എൻറ്റിറ്റീസ്. സിമാറ്റിക് SEO നമ്മുടെ മുമ്പ് ഒരു ക്ലാസ്സിൽ അതിനെ കുറിച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്റ്റിമൈസിംഗ് ഫോർ എൻറ്റിറ്റീസ് ഇംപ്രൂവ് സെർച്ച് റെലവൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ്. Entity based search, Google recognizes and connects entities and ranking and understanding. Example, instead of just ranking Elon Musk net worth, Google understand നേരത്തെ പറഞ്ഞേ ടെസ്റ്റിംഗ് സ്പേസ് ഒക്കെ ആയിട്ടുള്ള കണക്ഷൻസ് ഒക്കെ. അപ്പൊ ഇത് എൻറ്റിറ്റിയുടെ ഒരു ബേസിക്സ് എന്താണെന്ന് മനസ്സിലാക്കുക. മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം AIയിലും മറ്റു ഇതിലൊക്കെ ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇനി അങ്ങോട്ടേക്ക് ഇതിൽ നിന്ന് ഒരു മോചനമില്ല ഗൂഗിളിനും മറ്റുള്ളതിനൊക്കെ. കാരണം അവരുടെ ഓൾറെഡി ഉള്ള അവരുടെ എല്ലാ ഡാറ്റ സ്റ്റോറേജും ഡാറ്റാ ബേസുകളും എല്ലാം എൻറ്റിറ്റി ബേസ്ഡ് എന്നുള്ളതിലേക്ക് അവർ വളരെയധികം മാറിയിട്ടുണ്ട്. ഇനി തിരിച്ചുപോക്ക് നടക്കില്ല ഗൂഗിളിനല്ല ഏതൊരു കമ്പനിക്കും നടക്കില്ല. ഈ നോളജ് ഗ്രാഫുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇതിലേക്കാണ്. അപ്പൊ മുമ്പോട്ട് എന്തായാലും ഇതിനുള്ള ഇമ്പോർട്ടൻസ് കൂടും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ ഗൂഗിളിന്റെ robots.txt ഫയൽ ഒന്ന് പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഗൂഗിൾ അതിനകത്ത് ബാക്കിയൊക്കെ എന്തൊക്കെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഗൂഗിൾ അവന്റെ robots.txtയിലെ എല്ലാ ഇതിനെയും ChatGPTനെയും മറ്റെല്ലാത്തിനെയും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയയിലുണ്ട്. കാരണം ആരെങ്കിലും ശ്രദ്ധിച്ചേണ്ടതാണ് ഗൂഗിളിന്റെ robots.txt ആരെങ്കിലും പരിശോധിച്ച് നോക്കിയുണ്ടാകും.
വരുമില്ല. നോക്കിക്കോ, ഇന്ന് പറ്റിയാൽ ഇന്നൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയോ. google.com/robots.txt നോക്കി കഴിഞ്ഞാൽ അവൻ വളരെയധികം ലാസ്റ്റ് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും, കണ്ടാൽ ചിരി വരും. അവൻ ഒഴിവാക്കിയിരിക്കുന്നത് ഗൂഗിൾ ബിസിനസ് ലിസ്റ്റിംഗ് ആണ്, ഗൂഗിൾ മാപ്പ്. ഗൂഗിൾ മാപ്പിന്റെ ഡാറ്റ പുറത്ത് പോകണത് അവന് സഹിക്കില്ല. കാരണം അതിനകത്ത് അവൻ അത്രമാത്രം ഇതാണ് നിൽക്കുന്നത്. സകല കമ്പനികളിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു, സകല കമ്പനികളുടെ ഡീറ്റെയിൽ ഉണ്ട്. ChatGPT പോലത്തെ AI ബേസ്ഡ് സാധനങ്ങൾ ഇത് എടുത്തോണ്ട് വരാൻ അവന് സമ്മതമല്ല. എന്നാലോചിക്കുക, അതുകൊണ്ട് എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ഗൂഗിൾ വളരെ വിദഗ്ധമായിട്ട് ആ സാധനത്തിനെ ഡിസ്അലോ ചെയ്തിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. കാരണം അതും ഗൂഗിളിന്റെ മുമ്പിലുള്ള എൻറ്റിറ്റീസ് ആണ്. ഗൂഗിളിന് മറ്റുള്ള ഏതൊക്കെ പോയപ്പോലും ഈ ഗൂഗിൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു എൻറ്റിറ്റിയാണ് ഈ ഗൂഗിൾ ബിസിനസ് ലിസ്റ്റിലുള്ള ബിസിനസ്സുകളുടെ ഇൻഫർമേഷൻസ്. അപ്പൊ അത് ഗൂഗിൾ അവിടെ വളരെ നൈസായിട്ട് അത് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന കാണാൻ പറ്റും. ചെക്ക് ചെയ്യാത്തവരും ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഈ കീവേഡ്സിൽ നിന്ന് എൻറ്റിറ്റീസിലേക്ക് മാറിയതിനിടയ്ക്ക് വന്നിരിക്കുന്ന ചില അപ്ഡേറ്റ്സുകൾ, ഈ അൽഗോരിതം അപ്ഡേറ്റ്സുകളിലൊക്കെയാണ് മെയിൻലി എന്ന് പറയുന്നത്. ഇതിനിടയിൽ കുറെ അധികം അപ്ഡേറ്റ്സുകൾ ഉണ്ട് കേട്ടോ. ഈ ഇതിനകത്ത് കീവേഡും ടോപ്പിക്കും എൻറ്റിറ്റിയൊക്കെ റിലേറ്റഡ് ആയിട്ട് വന്നേക്കുന്നത്. എന്നാലും മേജറായിട്ട് വന്നിരിക്കുന്ന കുറച്ച് അപ്ഡേറ്റ്സുകൾ ഇതിന്റെ ഹമ്മിംഗ് ബേർഡ് എന്നുള്ള 2013 വന്നിരിക്കുന്ന അപ്ഡേറ്റിലാണ് ഈ ശരിക്കും കീവേഡ്സിൽ നിന്ന് ടോപ്പിക്സിലേക്കുള്ള ഒരു ഷിഫ്റ്റിംഗ് ഗൂഗിൾ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അതിന് അപ്പോഴാണെന്ന് വിചാരിക്കുന്നത്. അതിന് മുമ്പേ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പരിപാടി. എന്നാലും ആ ഒരു അപ്ഡേറ്റിലാണ് കൂടുതലായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഗൂഗിൾ ഉൾപ്പെടുത്തിയത് ഹമ്മിംഗ് ബേർഡ് അപ്ഡേഷനിലാണ്. പിന്നെ 15 റാങ്ക് ബ്രെയിൻ എന്നുള്ളതിൽ അത് തന്നെയാണ് ഗൂഗിൾ കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡ് റിലേഷൻ ബിറ്റ്വീൻ ടോപ്പിക്സ് ആൻഡ് ക്വറീസിൽ കുറച്ചും കൂടി കോൺടാക്സുകൾ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാനുള്ള കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആയിരുന്നു 2019 ബെർട്ട്. അതിനകത്താണ് ഗൂഗിള് കുറെ കൂടി ഈ NLPയുടെയും മറ്റു കുറെ കാര്യങ്ങളൊക്കെ കുറെ സംഭവങ്ങളൊക്കെ അതിനകത്തും ഗൂഗിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻറ്റിറ്റീസിന്റെ ഒരു കടന്നുവരവും മറ്റൊക്കെ ആ സമയത്താണ് ഉള്ളത്. ബെർട്ടിലാണ് വന്നിരിക്കുന്നത്. 2021 മൾട്ടി മോഡൽ അണ്ടർസ്റ്റാൻഡിങ് മറ്റേ MUM എന്ന് പറയുന്ന ഈ സംഭവം ആണ് കുറച്ചും കൂടി ഗൂഗിളിന് എന്താ പറയുക, അഡ്വാൻസ്ഡ് എൻറ്റിറ്റി റെക്കഗ്നൈസേഷൻ ആണ് ഗൂഗിളിൽ. ഈവൻ നമ്മളൊരു പടം അപ്ലോഡ് ചെയ്ത് ഷാറുഖ് ഖാൻ ഇൻ ബ്ലാക്ക് ഷർട്ട് എന്ന് പറഞ്ഞാൽ പോലും ഷാറുഖ് ഖാന്റെ തന്നെ ബ്ലാക്ക് ഷർട്ടുകൾ കാണിക്കാൻ ഗൂഗിളിന് സാധിക്കുന്നു. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പടങ്ങളിൽ നമ്മുടെ തന്നെ ബന്ധുക്കളെ തരംതിരിച്ച് നിങ്ങൾ ഗൂഗിൾ ഫോട്ടോസിൽ കണ്ടാണ് ഫോട്ടോസും എല്ലാ രീതിയിലും ഫോട്ടോസിനെയും ടെക്സ്റ്റിനെയും വീഡിയോസിനെയും എല്ലാത്തിനെയും കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കാനും അതെല്ലാം വഴിയായിട്ട് ഒരു ഏഴേക്ക് ഒരു സംഭവത്തിലേക്കുള്ള ഒരു പോക്കും എന്ന് പറയാം. കുറെ കൂടി മെഷീൻ ലേണിംഗ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഈ ഏഴ് ഉള്ളിൽ വരുന്ന കുറെ ടെക്നോളജികളുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞൊരു ബ്രോഡർ കൺസെപ്റ്റ് ആണ്, ഒരു ബ്രോഡർ ടോപ്പിക് ആണ്. അതിന്റെ ഉള്ളിൽ വരുന്ന ഒന്നാണ് ഇപ്പൊ ഈ നമ്മൾ NLP എന്നൊക്കെ പറയും, ലാർജ് ലാംഗ്വേജ് മോഡൽ എന്നൊക്കെ പറയും, പല സംഭവങ്ങളൊക്കെ പറയുള്ളൂ, മെഷീൻ ലേണിംഗ്. ഇതൊക്കെ അതിന്റെ ഉള്ളിലുള്ള ഓരോരോ കൺസെപ്റ്റുകൾ അല്ല ടെക്നോളജികൾ ആണ് ആ സംഭവങ്ങളൊക്കെ. അപ്പൊ ഈ 4 എണ്ണമാണ് മെയിൻലി നമ്മളുടെ ഗൂഗിളിൽ നടന്ന അപ്ഡേഷൻ, ഇതിനെ ഫോക്കസ് ചെയ്ത് നടന്നിരിക്കുന്ന അപ്ഡേഷൻസ് ഉള്ളത്. പിന്നെ AI ഡ്രൈവിംഗ് സെർച്ച്, ഫ്യൂച്ചർ ഓഫ് SEO. നമുക്കിനി അറിയാം മുന്നോട്ടോ AI ബേസ്ഡ് സെർച്ചസ് വളരെയധികം കൂടും. അതിൽ തന്നെ വോയിസ് ബേസ്ഡ് സെർച്ചസ് ആളുകൾ വളരെ കൂടുതലായിട്ട് അതിനകത്ത് ഇതാക്കും. അപ്പൊ ട്രാൻസാക്ഷണൽ ഇന്റന്റ് ഉള്ള സെർച്ചസ്, അതായത് ആൾക്കാരുടെ എന്തെങ്കിലും പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടുള്ള സെർച്ചസ് മാറ്റി നിർത്തിയാല് ബാക്കി അല്ലാതുള്ള ഇൻഫോർമേഷണൽ അതൊരു ദുരന്തം ഉണ്ടാക്കുമോ എന്ന് വെച്ചാൽ എനിക്ക് നല്ല സംശയമുണ്ട്. ഇൻഫോർമേഷണൽ റിലേറ്റഡ് സെർച്ചസ് നല്ലൊരു ശതമാനമാണ് ഇത് കൊണ്ടുപോകാനാണ് സാധ്യത. റിപ്പോർട്ടുകൾ അങ്ങനെയാണ് ഉള്ളത്. പക്ഷെ അതൊരു വെബ്സൈറ്റുകളുടെ ഒരു എക്കോസിസ്റ്റത്തിൽ അതെങ്ങനെ വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് കുറെ ഡൗട്ടുകളുണ്ട്. എന്നാൽ പോലും ഇനി അങ്ങോട്ടേക്ക് നല്ലൊരു ശതമാനം AI ബേസ്ഡ് സെർച്ചസ് കൊണ്ടുപോകും. അപ്പൊ AI പവറുടെ ആൻസേഴ്സ് നമുക്കറിയാം. നമ്മൾ AIയുടെ അടുത്ത് ചോദിക്കുന്നു, AI അവൻ നമ്മൾക്ക് ആൻസർ പ്രിപ്പയർ ചെയ്യുന്നു. പക്ഷെ അവൻ തന്നെ ആൻസർ നമ്മുടെ വെബ്സൈറ്റിൽ ഞാൻ എഴുതിയ കണ്ടന്റ് ആയിരിക്കില്ല. എന്റെ കണ്ടന്റ് വായിച്ച് മനസ്സിലാക്കി AI തന്നെ എനിക്ക് വേണ്ടി അവൻ എഴുതി തരും. മനസ്സിലായോ? അപ്പൊ നമ്മള് ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ അധികം ക്വറീസിൽ നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടന്റ് നമ്മൾ എഴുതിയ രീതിയിലല്ല, അതല്ല ആളുകൾ വായിക്കുക എന്ന് വിചാരിച്ചിട്ട് വെബ്സൈറ്റുകളിലേക്ക് ആൾക്കാർ വരില്ലെന്നും ഒന്നുമല്ല ഞാൻ പറയുന്നത്. കുറെ അധികം ഇങ്ങനെയൊക്കെ തന്നെ പോകും. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ നിങ്ങൾ ChatGPT അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് കിട്ടി. ആ സൈറ്റുകളിലെല്ലാം പോയി നിങ്ങൾ വായിക്കാറുണ്ടോ? ഉണ്ടാവണമെന്നില്ല. മോസ്റ്റ്ലി നിങ്ങളുടെ സെർച്ച് അവിടെ തീരുകയാണ്. ChatGPT നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ChatGPT അല്ല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആൻസർ തരുന്നത് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആളുകൾക്ക് വേണ്ടി എഴുതിയേ പറ്റൂ. എല്ലാം നോക്കണം. അതുകൊണ്ട് ഒരേ സമയം തന്നെ മറ്റേ സെർച്ച് എൻജിൻസ്, ഒരേ സമയം തന്നെ AI, ഒരേ സമയം തന്നെ ആളുകൾ, 3 പേർക്ക് വേണ്ടി നമ്മൾ എഴുതേണ്ടി വരും. അതേപോലെ എൻറ്റിറ്റി ബേസ്ഡ് റാങ്കിങ്, എൻറ്റിറ്റീസ് വിൽ പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ റാങ്കിങ്. മുന്നോട്ട് പോകുമ്പോൾ AI ബേസ്ഡ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ തമ്മിലുള്ള റിലേഷൻസും മറ്റൊക്കെ കണക്കാക്കാനായിട്ട് എൻറ്റിറ്റി വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോളുണ്ട്. അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ്, റിലേഷൻഷിപ്പ് അണ്ടർസ്റ്റാൻഡിങ്,
അണ്ടർസ്റ്റാൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോപ്പിക്സ് ആൻഡ് ബ്രാൻഡ്സ്. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് നിന്നും അതേപോലെ അതിനെ ട്രെയിൻ ചെയ്യിക്കുന്ന ഡാറ്റയിൽ നിന്നും അതേപോലെ മറ്റുള്ള ആൾക്കാരെ അതിനകത്തോട്ട് സെർച്ച് ചെയ്യുന്നതിൽ നിന്നും അവൻ പലതും തമ്മിൽ മനസ്സിലാക്കുന്നുണ്ട്. നെറ്റിലുള്ള കണ്ടന്റിൽ നിന്നും ആ റിലേഷൻഷിപ്പ് അവന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ ഷാൻ എന്ന ഒരാളെ കുറിച്ച് പറയുമ്പോൾ അവന് ഞാൻ ബ്രെയിൻ സൈബർ സൊല്യൂഷൻ ഇന്ന വർഷം സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നത് അവൻ മനസ്സിലാവും. അവൻ ഇന്ന സ്ഥാപനത്തിന്റെ ഫൗണ്ടർ കൂടിയാണ് ഇദ്ദേഹം എന്നുള്ളതൊക്കെ. അതൊക്കെ ഈ വാക്കുകളിൽ നിന്നും മറ്റേതിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഇവര് മനസ്സിലാകും. അത് ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മെമ്മറിയിൽ അത് കിടക്കുകയും ചെയ്യും. പിന്നെ നെക്സ്റ്റ് ടൈം വേറൊരു കാര്യം കൂടി പറയുമ്പോഴേക്കും ആ ബ്രെയിനും അതും തമ്മിലുള്ള കാര്യം കൂടി അവൻ ബന്ധിപ്പിക്കും. ഇങ്ങനെ ഓവറോൾ ഓരോ കണ്ടന്റും അതൊരു വെബ്സൈറ്റ് ഒരു പേജിലല്ല, അല്ലെങ്കിൽ ഞാൻ എയിൽ സെർച്ച് ചെയ്യുന്ന എന്റെ ഒരു സിംഗിൾ സെർച്ചിലല്ല, ഇന്റർനെറ്റിൽ എവിടെയും കിടക്കുന്ന എല്ലാം തമ്മിലുള്ള ബന്ധങ്ങൾ. ഇപ്പൊ ഞാൻ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും അവിടെ അഭിനവ് ഇരുന്ന് സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും എവിടെയെങ്കിലും ഒരിടത്ത് ഒരു ലീഡ് കിട്ടിയാൽ ആ ബന്ധങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകും. ഈ സംഭവമൊക്കെ ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ വളരെ ഇതായിട്ടാണ് എയുടെ ആ പഠനം പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറ് എയിൽ സെർച്ച് ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ട് സെർച്ച് ചെയ്യുക, അനാവശ്യമായ സെർച്ചുകൾ ഒഴിവാക്കുക, അവനെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക. മനസ്സിലായില്ല. എന്റെ കയ്യിൽ ഒരു 10 കോടി രൂപയുണ്ട്, ഞാൻ എന്ത് ചെയ്യണമെന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് എന്റെ 10 കോടി രൂപയുണ്ട് തന്നെയാണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കളി മാറും. മൊത്തം അതനുസരിച്ചിട്ടായിരിക്കും അവൻ പെരുമാറുന്നത്. 10 കോടിയുള്ള മനുഷ്യനാണ് ഞാൻ. അപ്പൊ എനിക്ക് വിശക്കുന്നു, ഞാൻ എന്ത് കഴിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മടിക്കും. ഇവന്റെ അടുത്ത് കഞ്ഞി എന്ന് പറഞ്ഞിട്ടല്ല, 10 കോടിയുള്ള മനുഷ്യനാണ്, കഞ്ഞി പറഞ്ഞാൽ ശരിയാവില്ല. കാരണം ബേസിക്കലി നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മുടെ അടുത്ത് സംസാരിക്കാനാണ് അവന് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് അവൻ എനിക്ക് പ്രിഫർ ചെയ്യുന്നതും എന്നെ ഗൈഡ് ചെയ്യുന്നതൊക്കെ അങ്ങനത്തെ ഹോട്ടലുകളിലേക്കായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ എന്റെ വണ്ടിയിലടക്കം എല്ലാത്തിലും ബേസ്ഡ് ഇതായിരിക്കും. ഞാൻ തന്നെ പറയും, പോകുന്ന വഴിക്ക് ഒരു അടുത്തൊരു 15 മിനിറ്റ് എനിക്ക് വിശന്ന് തുടങ്ങിയിട്ട് 15 മിനിറ്റിനുള്ളിൽ കഴിക്കാൻ പറ്റിയ ഹോട്ടൽ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒന്ന് പറയണം, വാണിംഗ് അടിക്കണം എന്നൊക്കെ പറഞ്ഞ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അവിടെ എത്തുമ്പോൾ ഹോട്ടലിൽ എത്തുമ്പോൾ പറയും ടേക്ക് ലെഫ്റ്റ് കഴിഞ്ഞു, ഇവിടെ കയറിക്കോളാൻ പറയും. പക്ഷെ അന്നേരം ആ വിചാരിച്ചിരിക്കുന്ന എന്റെ കയ്യിൽ 10 കോടി രൂപയുണ്ടെന്ന് വിചാരിച്ചിട്ട് അവനെ കയറ്റണത് അങ്ങനത്തെ ഹോട്ടലിലേക്കായിരിക്കും. മനസ്സിലായോ? അപ്പൊ നമ്മൾ എനെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഓരോരുത്തരുടെയും ലൈഫിൽ നമ്മുടെ അവസാന കാലം വരെ ഇനി നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാണ്, അതായത് നിങ്ങളുടെ പാർട്ണർ ആരാണെന്നൊക്കെ ചോദിച്ചാൽ പറയേണ്ടി വരും നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ബേസ്ഡ് സെർച്ച്. ChatGPT ആയിരിക്കാം, ജെമിനി ആയിരിക്കാം. കാരണം അവൻ ഇനി നമുക്ക് അതിൽ നിന്നൊരു മോചനമില്ല, തിരിച്ചു പോക്കില്ല. നമ്മൾ അതിനടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കും, നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. പറഞ്ഞും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവൻ നമ്മളെ ഈ ലോകത്ത് ഏറ്റവും അടിക്കും. നിങ്ങളുടെ അച്ഛനും അമ്മയും മനസ്സിലാക്കിയതിനേക്കാളും വളരെ നന്നായിട്ട് അവൻ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോണിൽ അവൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തരും. അത് ഞങ്ങൾ നമ്മുടെ ലൈഫിൽ ഇരുന്ന് വരേക്കും കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും അത് വളരെ ഇതായിട്ട് മനസ്സിലാക്കും. ലാസ്റ്റത്തെ ഒരു അതോറിറ്റി ബിൽഡിംഗ്, ട്രഡീഷണൽ കീവേഡ് ബേസ്ഡ് റാങ്കിങ് ലെസ് എഫക്റ്റീവ്. അപ്പോ അത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇതിനകത്ത് പറഞ്ഞ സംഭവങ്ങളുടെ ഒരു ആകെ തുക എന്ന് പറയുന്നത് യൂസ് കീവേഡ് സ്മാർട്ട്ലി ബട്ട് ഡോണ്ട് റിലൈ ഓൺ. കണ്ടോ, മനസ്സിലായില്ല. കീവേഡ്സുകൾ വേണ്ടെന്നല്ല, കീവേഡ്സ് വേണം, പക്ഷെ അതിനെ മാത്രം ഡിപെൻഡ് ചെയ്തല്ല ഈ അൽഗോരിതം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഓർഗനൈസ് കണ്ടന്റ് ഇൻടു ടോപ്പിക്സ് ആൻഡ് ക്ലസ്റ്റേഴ്സ്. അതായത് നമ്മുടെ വെബ്സൈറ്റിൽ ടോപ്പിക്കുകളും ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്കുകളും അതിന് വേണ്ടിയിട്ടുള്ള ക്ലസ്റ്റേഴ്സ് ഒക്കെ പ്ലാൻ ചെയ്ത് വെബ്സൈറ്റിൽ എന്ത് എഴുതണമെന്ന് പ്ലാൻ ചെയ്ത് അതിനകത്ത് കുറെ കൂടി എൻറ്റിറ്റി വൈസ് കുറെ കാര്യങ്ങളുണ്ട്. എൻറ്റിറ്റി വൈസ് ഇതിനൊക്കെ ഒരു ടോപ്പിക്കൽ മാപ്പ് നിങ്ങൾ കേട്ടോ. ടോപ്പിക്കൽ മാപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മളൊരു വെബ്സൈറ്റിലെ കണ്ടന്റ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഈ ടോപ്പിക്കൽ മാപ്പ് ക്രിയേറ്റ് ചെയ്താൽ പോലും നമുക്ക് ഇതിന്റെ എൻറ്റിറ്റികൾ വെച്ചിട്ട് കണക്ട് ചെയ്യാനും എൻറ്റിറ്റി വെച്ചിട്ട് അതിൽ നിന്നൊരു ഫ്ലോ ഉണ്ടാക്കാനും പറ്റണം. ഇത് എൻ്റെ ആയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ കണ്ടന്റിന്റെ ഒരു ആർക്കിടെക്ചർ നമ്മുടെ പ്ലാൻ ആവും. ഇത് പ്ലാൻ ചെയ്ത ശേഷമാണ് നമ്മൾ ഓരോ പേജിലേക്കും പിന്നെ എന്ത് കണ്ടന്റ് വേണമെന്ന് ആലോചിക്കുന്നത്. അവിടെ അഗെയിൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടോപ്പിക്കൽ റെലവൻസും അതിനകത്ത് അഗെയിൻ എൻറ്റിറ്റിയുടെ കവറേജും. അങ്ങനത്തെ അത് ഓരോന്നും നമുക്ക് ഡിഫറെന്റ് ആയിട്ട് പഠിക്കാം. ഇപ്പൊ അത് കേൾക്കുമ്പോൾ കുറെ കാര്യങ്ങളായിട്ട് തോന്നും, എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഓക്കെ, മൂന്നാമത്തെ കേസ് അപ്പോ എൻറ്റിറ്റി ഒപ്റ്റിമൈസേഷൻ. ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ വെബ്സൈറ്റിലെ ഓരോ കണ്ടന്റുകളും എൻറ്റിറ്റി വൈസ് ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം. ഒരു പേജിലെ മാത്രമല്ല എൻ്റെ വെബ്സൈറ്റും. പിന്നെ ഉറപ്പായിട്ട് ലാസ്റ്റത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സ്റ്റേ അപ്ഡേറ്റഡ് വിത്ത് ഗൂഗിൾ NLP. ഗൂഗിളിന്റെ മാത്രമല്ല എല്ലാ ഏരിയയും NLP അൽഗോരിതം അതിന്റെ സംഭവങ്ങളൊക്കെ തന്നെ നിങ്ങൾ അപ്ഡേറ്റഡ് ആവാതെ ഇനി അങ്ങോട്ട് കാലത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. കാരണം അത്ര ഡ്രാസ്റ്റിക് ആയിട്ട് ഇതൊക്കെ മാറും. നമ്മൾ ഈ പഴയ സിയോം പണ്ടത്തെ ഇതും പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു വർഷം കൊണ്ട് ഔട്ട്ഡേറ്റഡ് ആവും. അപ്പൊ അതുകൊണ്ട് അതിന് ലേറ്റസ്റ്റ് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നൊക്കെ മനസ്സിലാക്കി നമ്മളുടെ വെബ്സൈറ്റുകൾ നമ്മുടെ സ്ട്രാറ്റജിയിലൊക്കെ അത് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. കഴിഞ്ഞു. താങ്ക് യു. കുറച്ച് വെള്ളം കുടിക്കട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കും. ഒരു ഡൗട്ട് ചോദിക്കട്ടെ. നമ്മൾ നേരത്തെ ഇൻഫർമേറ്റീവ് കോണ്ടന്റ്സിനെ പറ്റി പറഞ്ഞു, ഇപ്പം ഫ്യൂച്ചറിൽ ലെസ് റെലവന്റ് ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മുടെ ഈ ബ്ലോഗിന്റെ റെലവൻസ് എങ്ങനെയായിരിക്കും ഫ്യൂച്ചറിൽ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ആകാംക്ഷ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം ഒരു സൈഡ് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ
ഇപ്പൊ എന്റെ കേസ് പറയുന്നത് തന്നെ എന്റെ സെർച്ചസിൽ അത്യാവശ്യം നല്ല ശതമാനവും എയിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട്. ChatGPT, ജെമിനി തുടങ്ങിയതിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട്. എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ മാത്രമേ ഗൂഗിളിൽ നേരെ സെർച്ച് ചെയ്യുന്നുള്ളൂ. ബാക്കി എനിക്ക് വളരെ ഇതായിട്ട് അറിയേണ്ട കാര്യങ്ങൾ ഞാനിപ്പോ എയിലേക്കാണ്. കാരണം ഒരു വളരെ ഇതായിട്ട് കോമൺ സെൻസോട് ഞാൻ കുറെ പോയി ഗൂഗിളിൽ കുറെ സെർച്ച് ചെയ്ത് കുറെ വെബ്സൈറ്റുകൾ എടുത്ത് വായിച്ച് ഇതാക്കുന്നതിനേക്കാളും ഇതേ പണി തന്നെയല്ലേ അവൻ ചെയ്യുന്നത്. അവൻ എന്നെക്കാളും എടുക്കാനായിട്ട് വളരെ ഫാസ്റ്റായിട്ട് അവൻ കുറെ, ഞാൻ 10 സൈറ്റ് നോക്കുന്ന സമയത്ത് കൊണ്ട് അവന് 1,00,000 വെബ്സൈറ്റ് നോക്കിയിട്ട് എല്ലാം കൂടി പരിശോധിച്ച് എനിക്ക് നേരെ തരുന്നുണ്ട്. ഈ പണി ഞാൻ ചെയ്യണമെങ്കിൽ എനിക്ക് 2 ദിവസം എടുക്കും. അപ്പോ ഉറപ്പായിട്ടും എന്റെ സെർച്ച് അങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പൊ പൊതുവെ വോയിസ് ബേസ്ഡ് സെർച്ചസിലേക്ക് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുന്ന കാലം അങ്ങനെയാണ്. ഇപ്പൊ ഇവിടെ പിള്ളേരൊക്കെ തന്നെ അലക്സ മറ്റേ ഇതിനൊക്കെ ഓരോരോ വോയിസ് ബേസ്ഡ് സെർച്ചിലേക്ക്. അപ്പൊ എന്തായാലും ടെക്നോളജി ഷിഫ്റ്റ് ഉറപ്പായി കഴിഞ്ഞു. ലോകം അത് കൺഫേം ചെയ്തു. ഇനി 2025, 2026 മാറ്റർ ഓഫ് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യാൻ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഉറപ്പായിട്ടും ആളുകളുടെ സെർച്ചിന് വലിയ മാറ്റങ്ങളുണ്ട്. ഈ വെബ്സൈറ്റിലെ ഡാറ്റകൾ ഇവർ എടുത്തുകൊണ്ട് പോയിട്ട് ഇവര് നമുക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ. അപ്പോ ഇവിടെ അഭിജിത്ത് ചോദിച്ച ആ ചോദ്യം എന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഈ വെബ്സൈറ്റ് ഇപ്പൊ ഞാനും ഒരു ആഡ്സെൻസ് പബ്ലിഷറാണ്. കുറച്ച് സൈറ്റുകളിൽ നിന്നൊക്കെ ആഡ്സെൻസ് വഴി റവന്യൂ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനത്തെ സൈറ്റുകളൊക്കെ അപ്ഡേഷൻ നിർത്തി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കറിയില്ല അതിന്റെ ഫ്യൂച്ചർ എന്താവും. കാരണം ടൈറ്റിലേക്ക് ആളുകൾ വരാതെ ആകുമോ എന്നൊരു സംശയമാണ്. പക്ഷെ ഒരു കാര്യം നല്ല ഉറപ്പാണ്, ഇൻഫോർമേഷണൽ ടൂറിസത്തിൽ ഒരു അടുത്ത 2 വർഷം കൊണ്ട് ഒരു 50-60% ട്രാഫിക് ഡ്രോപ്പ് ഉണ്ടാവും, വെബ്സൈറ്റുകളിലുണ്ടാവും. അപ്പൊ ചോദ്യം ഇതാണ്, നമ്മൾ ആ വെബ്സൈറ്റിന്റെ ഓണേഴ്സ് എന്ത് ചെയ്യും? കാരണം ആ വെബ്സൈറ്റിലെ ട്രാഫിക് വെച്ച് ജീവിച്ചിരുന്നവരാണ് അവരെന്ത് ചെയ്യും? ഉറപ്പായിട്ടും അവിടെ ഒരു സംശയമുണ്ട്. പക്ഷെ നമ്മളപ്പോഴും ആലോചിക്കുന്ന ഒരു കേസുണ്ട്. നമ്മൾ ആലോചിക്കുന്നത് ടെക്നോളജി, പഴയ ടെക്നോളജിയിലും അപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് വെബ്സൈറ്റിൽ ആട് വന്നിട്ട് ആട് കണ്ട് ക്ലിക്ക് ചെയ്തിട്ട് അവന് റവന്യൂ കിട്ടണമെന്നല്ലേ ആലോചിക്കുക. അവിടെയും മാറ്റം വരും, എന്തെങ്കിലും മാറ്റം വരും. കാരണം ഈ വെബ്സൈറ്റുകൾ അവിടെ ഫീഡേഴ്സ് ആയിട്ട് മാറുകയല്ലേ. ഉറപ്പായിട്ട് എന്റെ വെബ്സൈറ്റിലെ ഡാറ്റ കൊണ്ടുപോയി ആ ഡാറ്റയിൽ നിന്ന് അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും കിട്ടണം. ഉറപ്പായിട്ട് അവിടേക്കും പുതിയ പുതിയ ടെക്നോളജികൾ വരും. നമ്മളുടെ ഡാറ്റ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് മോണിറ്റൈസ് ചെയ്യാനുള്ള പുതിയ നൂതനമായിട്ടുള്ള പരിപാടികളൊക്കെ വരും. ഈ ChatGPT ഇവർക്കൊക്കെ സർവൈവ് ചെയ്യണ്ടേ? അവിടെയും അഡ്വർടൈസ്മെന്റുകൾ എന്തായാലും വരും. അറിയില്ല, ആ കാര്യത്തെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് കണ്ടറിഞ്ഞ് കാണുക എന്നേ പറയാൻ പറ്റുള്ളൂ. ഈ എന്തൊരു പിന്നെ ട്രാൻസാക്ഷണൽ ഇന്റന്റ് ഉള്ളതിൽ എന്തൊക്കെ പറഞ്ഞാലും ആളുകളുടെ സെർച്ച്, കൊമേഴ്സിലും മറ്റു കാര്യങ്ങളൊക്കെ സെർച്ചൊക്കെ കുറെ ഇങ്ങനെയൊക്കെ ആയാലും ഫൈനലി പേജിൽ ലാൻഡ് ചെയ്തിട്ട് തന്നെ മേടിക്കുക എന്നുള്ളതിലേക്ക് അടുത്ത ഒരു 1-2 വർഷത്തിനുള്ളിൽ അങ്ങനെയായിരിക്കും. പക്ഷേ ഗോയിങ് ഫോർവേഡ് ഏജൻസ് അത് ഓട്ടോമേറ്റ് ചെയ്യപ്പെടും. ഗോയിങ് ഏജൻസ് സൈറ്റിൽ ലാൻഡ് ചെയ്യില്ല, നമ്മൾ കാണില്ല. നമ്മുടെ ഏജന്റിന്റെ അടുത്ത് പറയും, എടേ നീ നോക്കിയിരിക്കണം, എപ്പോഴെങ്കിലും ഇന്ന മോഡൽ ഫോണ് ഫോണ് ഏതെങ്കിലും നല്ല ഇന്ന കോൺഫിഗറേഷനുള്ള ഒരു ഫോണ് ഏതെങ്കിലും സൈറ്റിൽ ഡിസ്കൗണ്ട് പ്രൈസിന് ഒരു 25,000 താഴെ എപ്പോഴെങ്കിലും രജിസ്റ്റർ ചെയ്ത ചാടിക്കരി അപ്പൊ തന്നെ മേടിച്ചോ, എപ്പോഴാണ് പാതിരാത്രിയാണ് എപ്പോഴാണെങ്കിലും മേടിച്ചോ, ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മേടിക്കാനൊന്നും പോകുന്നില്ല, ഞാൻ അവിടെ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും. അവൻ തന്നെ കയറി എനിക്ക് വേണ്ടി ഈ സംഭവം കണ്ട, അവൻ തന്നെ ഓർഡർ ചെയ്ത് കൊടുത്ത്, അവൻ തന്നെ പേയ്മെന്റ് നടത്തി, അവനത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും ഏജൻസ്. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന കാലം. മനസ്സിലായി? മൊത്തം ഓട്ടോമേറ്റ് ചെയ്യപ്പെടും. രാവിലെ നമ്മൾ കിടക്കാൻ നിർത്തുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, കാലത്ത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഒരു സ്വിഗ്ഗിയില് ഇന്ന് ഓർഡർ ഒന്നും നടത്തിയത്. ഞാൻ അറൗണ്ട് 9:30 എഴുന്നേൽക്കുന്ന 9 മണിക്ക് ഓർഡർ ചെയ്തു. അപ്പൊ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫുഡ് കിട്ടുമല്ലോ. അപ്പൊ ശരിക്കും ആ സാധനം പറഞ്ഞു. പിന്നെ ഉച്ചക്ക് ഇന്നതാണ് കഴിക്കാൻ, എല്ലാം നമ്മൾ മറ്റുള്ളതിനെ കൂടെ ശരിക്കും ജയിക്കുന്നു. അപ്പൊ ഇത് സൈറ്റുകളെല്ലാം ഫീഡേഴ്സ് ആയിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷം വരാം. പിന്നെ Web3 പോലത്തെ ടെക്നോളജികൾ തൊട്ട് പറയാൻ കാത്തുകിടപ്പുണ്ട്. Web3 ഒക്കെ അതൊക്കെ എന്താകുമെന്ന് പറയാൻ പറ്റും. Web3 ഒക്കെ വരുമ്പോൾ ഏകദേശം ഈ കൺസെപ്റ്റിലേക്ക് പോകും. എന്റെ ഒരു ഇതിൽ ഞാൻ പറയുന്നത്, അത് ഭ്രാന്തമായ ആശയമാണെന്ന് അറിയില്ല, ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പേ പറയാൻ തുടങ്ങി. വെബ്സൈറ്റ് എന്നുള്ളത് വളരെ പഴയ കൺസെപ്റ്റാണ്, വളരെ പഴയ കൺസെപ്റ്റ്. ഇന്റർനെറ്റ് തുടങ്ങിയ സമയത്തുള്ള കൺസെപ്റ്റാണ്. ഞാൻ നോക്കിയിട്ടൊരു മാറ്റം കാണുന്നില്ല. വെബ്സൈറ്റ് ഇപ്പോഴും വെബ്സൈറ്റ് ആണ്, അവിടെയും മാറണം. ആ വെബ്സൈറ്റുകൾ എന്നുള്ള കൺസെപ്റ്റ് മാറും. എന്റെ ഊഹം ചെയ്യണത് അതൊക്കെ മാറും. അതെല്ലാം Web3 പോലത്തെ ഡിസ്ട്രിബ്യൂട്ടഡ് ഒരു സിസ്റ്റമായിട്ട് മാറും. അത് ഫീഡേഴ്സ് ആയിട്ട് മാറും. വേറെ പറയാൻ ഒരു പ്രാന്തരാശം ഇതൊക്കെ നടക്കുമെന്ന് അറിയില്ല, അതൊക്കെ ചിലപ്പോൾ നടന്നിരിക്കാം. അഭിജിത്തിന് സൈറ്റ് ഉണ്ടോ? റവന്യൂ ഉണ്ടോ? വെബ്സൈറ്റ് വല്ലതും ഉണ്ടോ? ആടൊക്കെ കാണിച്ചിട്ട് എനിക്ക് തോന്നി വെയിറ്റ് ആൻഡ് സീ എന്താന്ന് പറയാൻ പറ്റില്ല. ഈ സെർച്ചിൽ മെൻഷൻസ് ഉണ്ട് കേട്ടോ, കണ്ടു കാണല്ലോ. ജെമിനിയിൽ മറ്റേ ഗൂഗിളിലാണെങ്കിലും നമ്മുടെ കാണിച്ചാൽ അവിടെ കാണിക്കും നമ്മുടെ സൈറ്റൊക്കെ. അതുവഴി ആൾക്കാർ വരുമോ എന്നുള്ളത് അറിയില്ല. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. അഭിനവേ ഓക്കെ, ഇനി ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? നിർത്താം. അതെ. ശരി, താങ്ക് യു.
ചാറ്റ്സിൽ സെഷനിൽ കാണാം. എന്താണ് ഓക്കെ, ചാറ്റ് ചാറ്റ്സിൽ ബോക്സ് ഒരു ചോദ്യമുണ്ട്. പ്ലാറ്റ്ഫോംസിലേക്ക് നമുക്ക് അയ്യോ ഡാറ്റ ആഡ് ഞാൻ ചെയ്യാൻ കണ്ടില്ല. എങ്ങനെയാണ് സോറി ഈസി സോറി ആയിട്ട്? റോബോട്ട് ഞാൻ ടെക്സ്റ്റ് മാത്രം മതിയോ? പ്ലാറ്റ്ഫോംസിലേക്ക് നമ്മുടെ ഡാറ്റ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? വളരെ ഈസി ആയിട്ട് robots.txt മാത്രം മതിയൊന്നും. ചാറ്റിലേക്ക് പ്ലാറ്റ്ഫോംസിലേക്ക് ഡാറ്റ ആഡ് ചെയ്യുന്നത് ഒന്നാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് AI ഈയുടെ വർക്കിംഗ് മോഡൽ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം പല ടൈപ്പ് ഉണ്ട്. ഇവരെ ട്രെയിൻഡ് ഡാറ്റ എന്ന് പറയും. ഒന്ന് ട്രെയിൻഡ് ഡാറ്റ, അതായത് ഇവനെയൊക്കെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് ഡാറ്റ അതിനെ ബേസ് ചെയ്തിട്ട് കുറെ ഡാറ്റാസ് അവരുണ്ട്. രണ്ടാമത്തെ ഒരു ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റയാണ്. AI സെർച്ച് ചെയ്യുന്ന നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് കൊടുത്തിട്ട് ആ വെബ്സൈറ്റ് ഒന്ന് പരിശോധിച്ചിട്ട് എനിക്ക് അതിനനുസരിച്ച് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരാമോ എന്ന് ChatGPT അടുത്ത് ചോദിക്കുമ്പോൾ അവൻ അന്നേരം ആ പേജിനെ അവൻ പഠിക്കുന്ന ഒരു സംഭവമുണ്ട്. പഠിച്ചിട്ട് അവൻ ഡാറ്റ എടുക്കും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഡാറ്റ ഒരു ചെറിയ പോയിന്റ്, അത് ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ഡാറ്റ ഇല്ലേ, ഒരു വെബ്സൈറ്റ് അന്നേരം ഞാൻ ബ്രെയിൻ സൈബർ സൊല്യൂഷന്റെ പേജ് കൊടുത്തിട്ട് പറഞ്ഞ് ഇതൊന്ന് വായിച്ചിട്ട് എനിക്ക് അതിന്റെ കാര്യം ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാമോ എന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഈ ഡാറ്റ ശരിക്കും അവൻ ഇനീഷ്യലി സ്റ്റോർ ചെയ്തത് എന്റെ മെമ്മറിയിലാണ്. വെറും എന്റെ മെമ്മറിയിൽ മാത്രം, വെളിയിലേക്കില്ല. നിപുനോ വേറെ ഒരാൾക്കോ അത് സെർച്ച് ചെയ്താൽ അത് വന്നുന്നില്ല. അവന്റെ അടുത്തും ഇവൻ ആദ്യമായിട്ട് ബ്രെയിൻ സൈബർ സൊല്യൂഷൻ കേൾക്കുന്ന പോലെ തന്നെ നിൽക്കും. ഇത്ര ചോദിക്കും, അങ്ങനെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് ഒരു നല്ലൊരു ശമന സമയത്ത്. പക്ഷെ ചില സമയങ്ങളിൽ ഇവനറിയാം, ചിന്തിക്കുന്നത് ഇവനെ ട്രെയിൻ ചെയ്തിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് ഇവൻ തന്നെ മനസ്സിലാക്കണം ഇത് കൊള്ളാലോ, ഈ സൈറ്റിന്റെ ഡാറ്റ ഞാൻ എന്റെ മെയിൻ മെമ്മറിയിൽ, അതായത് എന്റെ മെമ്മറിയിലല്ല ChatGPTയുടെ ശരിക്കുള്ള മെമ്മറിയിലേക്ക് ഞാൻ മാറ്റണം. ഇത് എനിക്ക് പിന്നീട് ആവശ്യമുണ്ട്. കാരണം ഇത് അങ്ങനെ അവന് തോന്നുന്ന ചില ഡാറ്റകൾ അവന്റെ ഇതിനകത്തോട്ട് മാറ്റും. അല്ലേ അത് എന്റെ മെമ്മറിയിൽ ഉണ്ടാവുള്ളൂ. നമുക്കൊരിക്കലും നമുക്ക് ഡയറക്റ്റ് അങ്ങനെ ഫീഡ് ചെയ്യിച്ചിട്ട് ഇതാക്കാനും പറ്റുന്നില്ല. പക്ഷെ അവനെ ട്രെയിൻ ചെയ്യിച്ച് നമുക്ക് ഇതാക്കാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോ എന്നെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്, ഞാൻ കേസ് ഇന്നാണ് ബ്രെയിൻ സൈബർ സൊല്യൂഷൻ ഇതാണെന്നൊക്കെ പറയുന്നു. അവനിതൊക്കെ എന്റെ മെമ്മറിയിലുണ്ട്. പക്ഷെ നാളെ വേറൊരാള് കേസ് ആരാണ് എന്ന് പറയുമ്പോൾ അവൻ ചിലപ്പോ ഏതാണ് ഈ ഷാമു എന്നുള്ള രീതിക്ക് ബ്രെയിൻ സൈബർ സൊല്യൂഷന്റെ ഷാം എന്ന് പറയുമ്പോൾ അവൻ സെർച്ച് ചെയ്യുമ്പോഴും അവന് മനസ്സിലാവുന്നത് വെച്ചാൽ ഈ ഡാറ്റ വേറെ സ്ഥലങ്ങളിലേക്ക് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ, ഇതൊരു ഹാക്കാണ് എന്നുള്ള രീതിയിലേക്ക് എന്റെ മെമ്മറിയിലെ ഡാറ്റ അവൻ കുറച്ചുകൂടി അവന്റെ മെമ്മറിയിലേക്ക് കയറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി വെച്ചിട്ട് ഒന്ന് robots.txt വഴി നമുക്ക് ഫീഡ് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് സൈറ്റ് മാപ്പ് കൊടുക്കാം, അതുവഴി ഫീഡ് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞിട്ട് ഇവര് ലൈവായിട്ട് ഡാറ്റ സെർച്ച് ചെയ്യുന്നത്, നമ്മളൊരു പർട്ടിക്കുലർ കാര്യം സെർച്ച് ചെയ്യുമ്പോൾ അവൻ ഈ ഡാറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി അവൻ ഉപയോഗിക്കുന്ന ഫീഡേഴ്സ് സെർച്ച് എഞ്ചിൻസ് ആണ്. അതായത് ജെമിനി പോവും, ഗൂഗിൾ സെർച്ച് എഞ്ചിൻസ്, ഗൂഗിളിന്റെ ഇതിനകത്തോട്ട് പോവും, ChatGPT പോവും, ബിങ്ങിന്റെ. നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആ ഡാറ്റ അവൻ കുറെ സെർച്ചസ് പോയി ChatGPT ആണ് കുറെ സെർച്ചസ് പോയിട്ട് ബിങ്ങിൽ നടത്തും. എന്നിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ടാണ് അവൻ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഡയറക്റ്റ് ഒരു ഫീഡിങ് പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന വെറുതെ കുറെ ഇതൊക്കെ കൊടുത്തിട്ട് അവനെ മെമ്മറിയിലേക്ക് കയറ്റൂല. അങ്ങനെയാണെങ്കിൽ ഒരു SEOക്കാരി തന്നെ അടുത്ത ഒരു 2 മാസം കൊണ്ട് അവന്റെ സൈറ്റുകളെ എല്ലാത്തിനും ഫീഡ് ചെയ്ത് ഈ ChatGPT ഒക്കെ വേറെ ലെവലായി പോയാൽ അത് അവർക്കറിയാം, അതിന്റെ അപകടം അറിയാം. അതുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ഫീഡിങ്സ് അങ്ങോട്ട് എടുക്കണോ വേണ്ടത് അവൻ തീരുമാനിക്കും. അതേപോലെ തന്നെയാണ് ലൈവായിട്ട് സെർച്ച് ചെയ്യണം. ആകെ അവൻ നോക്കുന്നത് അവന്റെ ഫീൽഡിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ മാർഗം, നിങ്ങൾ ഏതെങ്കിലും ഒരു സംഭവത്തില് ടോപ്പ് N റിസൾട്ടിൽ പെടുക, മറ്റേ ടോപ്പിൽ തന്നെ പെടുക, ഏറ്റവും ടോപ്പിൽ പെടുക. ഗൂഗിളിലും മൈക്രോസോഫ്റ്റ് വിങ്ങില് ടോപ്പിൽ വരിക. നമ്പർ 1 ടോപ്പില് നിങ്ങളുടെ സൈറ്റ് അതിനകത്ത് വന്നെന്ന് ഉറപ്പുവരുത്തിയ ശേഷം നിങ്ങൾ ChatGPT പോയിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് തന്നെ ചോദിക്കാം. അപ്പൊ ഉറപ്പാണ് ChatGPT പോയിട്ട് അവിടെ നിന്ന് പിക്ക് ചെയ്യുന്നതിൽ നിങ്ങളുടെ സൈറ്റ് ഉണ്ട്, നിങ്ങളുടെ സൈറ്റിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് അത് കൂടി കാണിക്കും. ഇത് ഉറപ്പായിട്ടും അവൻ ആ ടോപ്പിക്കിനെ അവൻ പഠിക്കുന്നുണ്ട്. ആ ടോപ്പിക് അവന്റെ മെമ്മറിയിലേക്ക് മാറും. ആ ടോപ്പിക് വൈസ് സെർച്ച് ആണ്, അത് അവന്റെ മെമ്മറിയിലേക്ക് വരും. ഉറപ്പായിട്ടും നമ്മുടെ സൈറ്റ് അവന്റെ ഇതിനകത്ത് ചെരുപ്പുണ്ടാവും. പക്ഷെ അപ്പോഴൊക്കെ ബേസിക്കലി ടോപ്പിൽ വരിക, സെർച്ചിൽ ടോപ്പിൽ വരിക എന്നുള്ളതാണ് അവിടെ ഇത്. വേറെ ഡൗട്ടൊന്നുമില്ലല്ലോ നമുക്ക്? ഓക്കെ, നിർത്താം. പിന്നെ അപ്പൊ ശരി, താങ്ക് യു. അടുത്ത സെക്ഷനിൽ കാണാം കേട്ടോ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.